ഹായ് എവ്രി വൺ, വെൽക്കം ടു സെലക്ടർ. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി ആയിരിക്കും. ഓക്കെ, എൻ്റെ ഒപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സിലബസിലോട്ട് കടക്കുന്നതിന് മുന്നേ എല്ലാവർക്കും ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സിലബസ് എന്താണെന്ന് അറിയുമെന്ന് വെക്കണം. ഞാനിവിടെ ഹിസ്റ്ററിയുടെ കാര്യം മാത്രം പറയാം. ഹിസ്റ്ററിയുടെ കാര്യത്തിൽ മെയിൻലി ഉണ്ടാവുന്നത് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ആയിരിക്കും. മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി ആൻഡ് കേരള ഹിസ്റ്ററി ആയിരിക്കും ഉണ്ടാവുക മെയിൻലി ആയിട്ട്. ഇതിൽ എൻ്റെ ഒപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മിഡീവൽ ഹിസ്റ്ററി, അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ഇതിന് മുന്നൊരു സാധനമുണ്ട്. നമ്മൾ ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി പറഞ്ഞിട്ടൊരു പോർഷൻ വരുന്നുണ്ട്. പക്ഷെ നമുക്കത് കേരള PSCയുടെ ഒരു സിലബസിൽ ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സിലബസിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. നമ്മൾ എന്തിനാണ് ഹിസ്റ്ററി പഠിക്കണേ? ലൈക്ക് നമുക്ക് എന്താണ് ഒരു ബോധം ഉണ്ടാവാനായിട്ട്, നമ്മളെന്താണ്, നമ്മുടെ പാസ്റ്റ് എന്താണ്, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹിസ്റ്ററി പഠിക്കണേ. നമ്മൾ ഇന്ത്യൻസ് വൈറ്റ് മെൻ്റെ ബേർഡൻ ആയിരുന്നു എന്നായിരുന്നു പണ്ടത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയില്ല അവരുടെ കണ്ണിൽ അവർ വന്ന് നമ്മളെ സിവിലൈസ്ഡ് ആക്കി നമ്മളെ അടിപൊളിയാക്കണം എന്നായിരുന്നു അവർ വിചാരിച്ചുകൊണ്ടിരുന്നത്. അതെന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെപ്പറ്റി സ്വന്തമായിട്ടൊരു ബോധമില്ല. നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ പോലൊരു റിച്ച് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഉണ്ട് എന്നുള്ളതിനെ പറ്റി നമുക്കും ഒരു ബോധമില്ല, വന്നവർക്കും ഒരു ബോധമില്ല. അപ്പോൾ അവർ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അവരെ ബെറ്റർ ആക്കി എടുക്കണമെങ്കിൽ ഇവർ വേണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാനും നമുക്ക് നമ്മളെപ്പറ്റി ഒരു ബോധം ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ചിലർക്കെങ്കിലും ഡൗട്ട് വരാൻ പറ്റുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി, മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പറഞ്ഞിട്ട് 3 ഡിവിഷൻ വരുന്നത് എന്നുള്ളത്. ഒന്നുമില്ല, നമ്മളിപ്പോൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിനെ ഡിവൈഡ് ചെയ്തിട്ട് കുറച്ചായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് റിസർച്ചേഴ്സ് വെറുതെ കൺവീനിയൻസിന് വേണ്ടി ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് ഏൻഷ്യൻറ്റ്, മിഡീവൽ, മോഡേൺ പറഞ്ഞിട്ട്. ഓക്കെ, ഇതിൽ എൻ്റെ ഒപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മിഡീവൽ ഹിസ്റ്ററി, അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ഇതിന് മുന്നൊരു സാധനമുണ്ട്. നമ്മൾ ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി പറഞ്ഞിട്ടൊരു പോർഷൻ വരുന്നുണ്ട്. പക്ഷെ നമുക്കത് കേരള PSCയുടെ ഒരു സിലബസിൽ ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സിലബസിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. നമ്മൾ എന്തിനാണ് ഹിസ്റ്ററി പഠിക്കണേ? ലൈക്ക് നമുക്ക് എന്താണ് ഒരു ബോധം ഉണ്ടാവാനായിട്ട്, നമ്മളെന്താണ്, നമ്മുടെ പാസ്റ്റ് എന്താണ്, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹിസ്റ്ററി പഠിക്കണേ. നമ്മൾ ഇന്ത്യൻസ് വൈറ്റ് മെൻ്റെ ബേർഡൻ ആയിരുന്നു എന്നായിരുന്നു പണ്ടത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയില്ല അവരുടെ കണ്ണിൽ അവർ വന്ന് നമ്മളെ സിവിലൈസ്ഡ് ആക്കി നമ്മളെ അടിപൊളിയാക്കണം എന്നായിരുന്നു അവർ വിചാരിച്ചുകൊണ്ടിരുന്നത്. അതെന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെപ്പറ്റി സ്വന്തമായിട്ടൊരു ബോധമില്ല. നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ പോലൊരു റിച്ച് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഉണ്ട് എന്നുള്ളതിനെ പറ്റി നമുക്കും ഒരു ബോധമില്ല, വന്നവർക്കും ഒരു ബോധമില്ല. അപ്പോൾ അവർ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അവരെ ബെറ്റർ ആക്കി എടുക്കണമെങ്കിൽ ഇവർ വേണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാനും നമുക്ക് നമ്മളെപ്പറ്റി ഒരു ബോധം ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ചിലർക്കെങ്കിലും ഡൗട്ട് വരാൻ പറ്റുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി, മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പറഞ്ഞിട്ട് 3 ഡിവിഷൻ വരുന്നത് എന്നുള്ളത്. ഒന്നുമില്ല, നമ്മളിപ്പോൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിനെ ഡിവൈഡ് ചെയ്തിട്ട് കുറച്ചായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് റിസർച്ചേഴ്സ് വെറുതെ കൺവീനിയൻസിന് വേണ്ടി ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് ഏൻഷ്യൻറ്റ്, മിഡീവൽ, മോഡേൺ പറഞ്ഞിട്ട്. ഓക്കെ, നമ്മുടെ സിലബസ് വരുന്നത് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി റേഞ്ച് ചെയ്യണ ടൈം പീരീഡ് പറഞ്ഞു കഴിഞ്ഞാൽ 712 CE. അപ്പോൾ 712 CE to 757 CE വരെയാണ്. ഈ 712 CE എടുക്കാനുള്ള കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ അതിനു മുന്നു വരെ ഇന്ത്യയിലെ രാജാക്കന്മാരൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയി ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്താണെന്നുള്ള വെറുതെ ഒന്ന് മെൻഷൻ ചെയ്തു പോവുക. നമ്മളുടെ കാലത്ത് ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇൻഡസിൻ്റെ നമ്മുടെ ഇന്ത്യ ഇങ്ങനെ പോണു. ഓക്കെ, ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന റിവറാണ് ഇൻഡസ്. ഈ ഇൻഡസിൻ്റെ ബാങ്ക്സിൽ സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാരപ്പ സിവിലൈസേഷൻ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഈ സിവിലൈസേഷൻ്റെ സമയം തൊട്ട്
തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തത് ആര്യന്മാർ വരുന്നുണ്ട്, ആര്യനൈസേഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, ഋഗ്വേദിക് പീരീഡ് വരുന്നു. അങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഋഗ്വേദിക് പീരീഡ് എന്ന് കഴിഞ്ഞിട്ട് ലേറ്റർ വേദിക് സ്റ്റേജ് വരുന്നു, മഹാജനപദാസ് ഡെവലപ്പ് ആവുന്നു. ഇതൊക്കെ ഏൻഷ്യൻ്റ് ആണ്, ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്, നമുക്ക് കാര്യമായിട്ട് വേണ്ട, അതുകൊണ്ടായത് സ്കിപ്പ് ചെയ്ത് പറയുന്നത്. മഹാജനപദാസ് വരുന്നു. ഈ മഹാജനപദാസ് കഴിയുമ്പോഴത്തേക്ക് വരുന്ന ആൾക്കാരാണ് നമ്മളുടെ നമ്മൾ ഫേമസ് ആയിട്ടുള്ള അശോകൻ്റെ കാര്യം പറയുന്നുണ്ട്, അശോക ദ ഗ്രേറ്റ് എംപയറിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ കുറേ വരുന്നുണ്ട്, ഹരിയങ്ക, ശിശുനാഗ, നന്ദ, മൗര്യ, കൻവ, ശുംഗ, അങ്ങനെ കുറേ ഡൈനാസ്റ്റീസ് വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മളിവിടെ പറഞ്ഞു ഈ ആര്യനൈസേഷൻ വന്നു കഴിയുമ്പോഴത്തേക്ക്, ആര്യന്മാർ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്താ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാറ്റം വരികയാണ് നമ്മുടെ സൊസൈറ്റിയിൽ. വേദങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണു, ബ്രാഹ്മണിക്കൽ ഹൈറാർക്കി കൂടുന്നത് ഇവരുടെ വരവോടെയാണ്. ബ്രാഹ്മണിക്കൽ ഹൈറാർക്കി ഉണ്ടാവണം. അപ്പോൾ എന്താ നമുക്കറിയാം, മറ്റേ ചതുർവർണ്ണം 4 വർണ്ണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ടത്തെ കാലത്തെ മനുഷ്യന്മാരെ എന്നൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടെങ്കിലും ഉണ്ടാവും, അറിയാമായിരിക്കുമല്ലോ. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, പിന്നെ ഏറ്റവും താഴെ അൺടച്ചബിൾസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു പണ്ടത്തെ സിസ്റ്റം. അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര മോശമായിട്ടുള്ളൊരു സിസ്റ്റമായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് ഈ ബ്രാഹ്മണിക്കൽ സിസ്റ്റം കാരണം എസ്റ്റാബ്ലിഷ്ഡ് ആയൊരു രീതിയായിരുന്നു അത്. ഓക്കെ, അപ്പോൾ ഇത് വന്നു കഴിയുമ്പോഴത്തേക്ക് സാധാരണക്കാർക്ക് പൊറുതിമുട്ടും ശരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശൂദ്രാസിനായാലും അൺടച്ചബിൾസിനായാലും അതുപോലെ സ്ത്രീകൾക്കും സ്ലേവ്സിനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് റീഫോം ചെയ്യാനെന്നുള്ളൊരു ചിന്താഗതിയോട് കൂടി തന്നെ വേറെ കുറച്ച് പാരലലായിട്ടുള്ള, ഹിന്ദുസത്തിന് പാരലലായിട്ടുള്ള കുറച്ച് എന്താ പറയുക, റിലീജിയൻ ഡെവലപ്പ് ആകും. അതിനുള്ള എക്സാമ്പിളാണ് ജൈനിസം, ബുദ്ധിസം. ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെ ഡെവലപ്പ് ആകുന്നു. ഈ വക സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നടക്കുന്നത്. ഇത് തന്നെയല്ല, വേറെ കുറച്ച് കാര്യങ്ങൾ ഇതിന് മുന്നേ പറയാൻ വിട്ടുപോയി. നമ്മൾ പാലിയോലിത്തിക്, ഈ ശിലായുഗങ്ങളെന്ന് കേട്ടിട്ടുണ്ടല്ലോ, പാലിയോലിത്തിക് സ്റ്റേജ്, നിയോലിത്തിക്, അല്ല മീസോലിത്തിക്, നിയോലിത്തിക്, അങ്ങനെയുള്ള സ്റ്റേജസ് ഒക്കെ ഇതിന് മുന്നേ ഉണ്ടാവുന്നുണ്ട്, ഇൻഡസ് വാലിക്ക് മുമ്പ്. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഈവൻ ദോ ജൈനിസവും ബുദ്ധിസവും ഇന്ത്യയിൽ അപ്പോൾ പ്രൊമനൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി തന്നെ ഹിന്ദുയിസം തന്നെയാണ് എപ്പോഴും കുറച്ച് മേളിൽ പ്രൊമനൻ്റ് ആയിട്ട് നിൽക്കുക. ഈ ഗുപ്താസിൻ്റെ ഒക്കെ സമയം, നമ്മൾ ഗുപ്തയൊക്കെ ഫേമസ് ഡൈനാസ്റ്റിയാണ്, ഗുപ്തയുടെ ഒക്കെ സമയം വരുമ്പോഴത്തേക്ക് തന്നെ സാൻസ്ക്രിറ്റൈസേഷൻ, ബ്രാഹ്മണിക്കൽ ഹൈറാർക്കിക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനെ ഗുപ്ത കഴിഞ്ഞിട്ട് വരുന്നൊരു പീരീഡാണ് ഹർഷയുടെ പുഷ്യഭൂതി, ഹർഷാസ് പുഷ്യഭൂതി ഡൈനസ്റ്റി. ഹർഷയൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും, വലിയ എംപററാണ് ഈ ഹർഷയൊക്കെ. ഹർഷാസ് പുഷ്യഭൂതി ഡൈനസ്റ്റിയൊക്കെ വന്നു കഴിയും എപ്പോൾ, ഏകദേശം ഒരു 7th century സിയിലൊക്കെ. പിന്നെ എന്താ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഹർഷയുടെ മരണത്തോടു കൂടി ഈ നമ്മുടെ അവിടുത്തെ അന്നത്തെ കാലത്തുള്ള ആ ഒരു എംപയർ അല്ലെങ്കിൽ റീജിയണൽ കിങ്ഡം ഒക്കെ ഡീസ്റ്റെബിലൈസ് ആകും. ഹർഷയുടെ കിങ്ഡം തന്നെ പലതായിട്ട് സെപ്പറേറ്റ് ആയി പോകുന്നു. കാരണം പിന്നെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള റൂളർ വരുന്നില്ല. അങ്ങനെ ആ ഒരു ഏരിയയിൽ എന്താ പറയുക, പല ഡൈനാസ്റ്റീസ് ആയിട്ട്, റീജിയണൽ ഡൈനാസ്റ്റീസ് ആയിട്ട് സെപ്പറേറ്റ് ആയി പോകുന്നു. ആ ഒരു സമയത്ത്, ഏത് സമയത്താണ്, 7th century സിയിൽ, സി അല്ലെങ്കിൽ AD. ഓക്കെ, പലതായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു. ആ ഒരു സമയത്ത് ഡിവൈഡായി പോകുന്ന കുറച്ച് ഫാമിലീസാണ് സൊളാങ്കീസ്, ഗുജറാത്ത് കണ്ടറിയാം, പരാമര, യാദവ, ചണ്ടേല, കാലജൂരി, അങ്ങനെ ഡിവൈഡായിട്ട് പോകുന്നു. ഓക്കെ ഓക്കെ അപ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി, സ്ട്രോങ് ആയിട്ടുള്ള ഒരു എംപയർ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എംപററിൻ്റെ മരണത്തോടു കൂടി എന്താ പറയുക, വീക്കായി പോകുന്നു. അങ്ങനെ എംപയർ ഡിവൈഡായി പല റീജിയണൽ കിങ്ഡം ആകുമ്പോൾ തന്നെ അവിടെ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി വന്നു. പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി വരുമ്പോൾ എന്താ, പുറത്തുനിന്ന് ഒരാൾ വന്ന് അറ്റാക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് നമ്മളെ. ഓക്കെ, ഈ പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പറയാം, ഈ ഒരു സ്ഥലത്തിനെ പറയുന്ന പേരാണ് രജ്പുത്താന പറയും. രജ്പുത്ത് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഒരു ഫാമിലി ഓഫ് കിങ്ഡം, കുറച്ച് എന്താ പറയുക, ചീഫ്റ്റൻ്റെ ഒരു ഫാമിലിയാണ്. അതിൽ തന്നെ പല ഗ്രൂപ്പ് വരുന്നുണ്ട്. പരാമര വരുന്നുണ്ട്, ചൗഹാൻസ് വരുന്നുണ്ട്, റാത്തോർ വരുന്നുണ്ട്, അങ്ങനെ പല ഫാമിലി വരുന്നുണ്ട്. ഈ ഓരോ ഫാമിലിയും ഓരോ കിങ്ഡമാണ്. രജ്പുത്ത് ഫാമിലി വണ്ടി ഹരിയാന, രാജസ്ഥാൻ ഏരിയയിൽ വരുന്ന ഫാമിലീസാണ്. അപ്പോൾ ബേസിക്കലി ഇന്ത്യയുടെ ഈ ഒരു നോർത്ത് വെസ്റ്റേൺ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു സൈഡിൽ എന്താ പറയുക, ഈ ഒരു രജ്പുത്താന കിങ്ഡം ആയിരിക്കും റൂൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ,
അങ്ങനെ ഇരിക്കുമ്പോൾ 712 CE മുഹമ്മദ് ബിൻ ഖാസിം എന്ന് പറഞ്ഞിട്ടുള്ള അന്നത്തെ കാലത്ത് നോക്കുമ്പോൾ ഫോറിനർ ആണല്ലോ, ഫോറിനർ നമ്മളുടെ ഇന്ത്യയിൽ ഇൻവൈഡ് ചെയ്യാൻ വരികയാണ്. ഓക്കെ, ഇവിടെ തൊട്ട് ശ്രദ്ധിച്ചിരുന്നോളൂ, ഇവിടെ തൊട്ട് നമ്മുടെ മീഡിയൽ ഇന്ത്യൻ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യണം പ്രോപ്പറായിട്ട്. ഓക്കെ, ഖാസിം നമ്മൾ ഇൻവൈഡ് ചെയ്യാൻ വരിക. ഖാസിം ഇൻവൈഡ് ചെയ്യാൻ വരുന്നതിൻ്റെ ലക്ഷ്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് മുന്നൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ പറയാൻ വിട്ടേ. നമ്മൾ ഒരു രാജ്യത്തിനെ ഏതെങ്കിലും ഒരാൾ ഇൻവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റൂളർ ഒരു രാജ്യത്തിനെ ഇൻവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മെയിൻലി 3 എയിം ആയിരിക്കും ഉണ്ടാവുക. ഒന്ന് പറഞ്ഞാൽ ലൂട്ട് ചെയ്യുക. ഒന്നുമില്ല, ഇപ്പോഴത്തെ രാജ്യം ഇന്ത്യ അന്നത്തെ കാലത്ത് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു. എല്ലാവർക്കും അറിയണതാണ്, ശശി തരൂരിൻ്റെ ഒക്കെ സ്പീച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അന്നത്തെ കാലത്ത് ഇന്ത്യയുടെ GDP കമ്പയർഡ് ടു ദ വേൾഡ് പറയുന്നത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അന്നത്തെ കാലത്ത് ഇന്ത്യ പറഞ്ഞാൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. അതിപ്പം എന്താ പറയുക, ഇന്ത്യയുടെ റിച്ചസ് എടുത്തിട്ട് വരാം, മോഷ്ടിച്ചിട്ട് അവരുടെ രാജ്യത്ത് കൊണ്ട് വെക്കാനായിട്ട് ആയിരിക്കും ഒരു പ്ലാൻ അവരുടെ. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു എയിം ഉണ്ടാവും, രാഷ്ട്രീയപരമായിട്ടുള്ള എയിം. എന്തെങ്കിലും ഒരു എന്താ പറയുക, ട്രേഡ് റൂട്ട് കൺട്രോൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം എല്ലാവർക്കും സിൽക്ക് റൂട്ടിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമെന്ന് വെക്കുന്നു. സിൽക്ക് റൂട്ട് പറയുമ്പോഴത്തേക്ക് ഇത്രയും ഭാഗം ചൈനയാണ് ഇവിടെ. അപ്പോൾ ഈ ചൈനയിൽ സിൽക്ക് ആദ്യമായിട്ട് പട്ടുനൂൽപ്പുഴുവിൻ്റെ പട്ട് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് ചൈനക്കാരാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വയ്ക്കുന്നു. അപ്പോൾ അന്ന് ചൈനയിൽ നിന്ന് സിൽക്ക് യൂറോപ്പിൽ എത്തിയിരുന്ന വഴി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെയുള്ള വഴിയായിരുന്നു. ഓക്കെ, ആൻഡ് ഓൾസോ അന്നത്തെ കാലത്തെ ഇന്ത്യ പറയുമ്പോൾ ഇന്നത്തെ കാലത്തെ ഇത്രയും പോണ ഇന്ത്യ അല്ല അന്നത്തെ കാലത്തുള്ള ഇന്ത്യ. ഓക്കെ, അന്നത്തെ കാലത്തെ ഇന്ത്യ പറയുമ്പോഴത്തേക്ക് ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഉൾപ്പെടെ ബർമ്മ വരെ നീണ്ടിടന്നിരുന്നൊരു സബ് കോണ്ടിനെൻ്റ് ആയിരുന്നു അന്നത്തെ കാലത്തെ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ബേസിക്കലി നോക്കി നോക്ക്, ഈ സിൽക്ക് റൂട്ട് പോകുന്നത് ഇന്ത്യയുടെ ഉള്ളിൽ കൂടിയാണ്. അപ്പോൾ ഒരു ട്രേഡ് റൂട്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുവഴി ഇഷ്ടം പോലെ ടാക്സ് കിട്ടും. ടാക്സ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു രാജാവ് എന്താ പറയുക, കോടീശ്വരനാവാൻ അത് മതി. ഓക്കെ, അപ്പം അടുത്ത റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള പൊളിറ്റിക്കൽ എയിം ആയിരിക്കും. അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു രാജാവിനെ ഞാൻ ഭയങ്കര സ്ട്രോങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ പോയി ചൂണ്ടിയിട്ട് വരുന്ന പരിപാടിയുണ്ട്. അപ്പം ഇതിനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പൊളിറ്റിക്കൽ എയിം. ഓക്കെ, പിന്നെ മൂന്നാമത്തെ എയിം പറഞ്ഞു കഴിഞ്ഞാൽ ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ. ഡെഫിനറ്റ്ലി ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്യുക, അവരുടെ രാജ്യത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഏരിയ എക്സ്പാൻഡ് ചെയ്യുക. ഈ 3 കാരണത്തിനായിരിക്കും പ്രധാനമായിട്ട് ഏതെങ്കിലും ഒരു രാജാവ് ഏതെങ്കിലും ഒരു വേറെ രാജ്യത്തെ ഇൻവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഖാസിം 712 CE നമ്മുടെ ഇന്ത്യയിൽ വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ എയിമോടാണ്. പൊളിറ്റിക്കൽ എയിം പറയുമ്പോഴത്തേക്ക് അന്നത്തെ കാലത്ത് സിന്ധ് ഓക്കെ, ഈ സിന്ധ് റൂൾ ചെയ്തിരുന്ന ആളുടെ പേരാണ് രാജാ ദഹീർ പറഞ്ഞിട്ട്. ഈ രാജാ ദഹീറിൻ്റെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് ഉണ്ടായിട്ട് ഈ ഖാസിമിന് അവിടെയുള്ള പൈററ്റ്സിൻ്റെ കയ്യിൽ നിന്ന് വലിയൊരു നഷ്ടം ഉണ്ടാവും രാജാ ദഹീർ കാരണം. അപ്പം ഇതിന് പകരം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഖാസിം 712 CE ഇന്ത്യ ഇൻവൈഡ് ചെയ്യുന്നതും നമ്മുടെ രാജാ ദഹീറിനെ അറ്റാക്ക് ചെയ്യുന്നതും തോപ്പിക്കുന്നതും. ഓക്കെ, അങ്ങനെയാണ് ഫസ്റ്റ് ടൈം ഒരു ഫോറിൻ റൂളർ നമ്മുടെ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ ഒരു രാജാവിനെ തോൽപ്പിച്ച് കയ്യിൽ പവർ പിടിക്കുന്നത് ഈ ഫസ്റ്റ് ടൈം ഈ 712 CE. അതുകൊണ്ടാണ് 712 CE നമ്മുടെ മിഡീവൽ ഇന്ത്യയുടെ ബിഗിനിങ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായി എന്ന് വെക്കണം. ഓക്കെ, ആളുടെ ഇത് ഭയങ്കര പൊളിറ്റിക്കലായിട്ടുള്ള മോട്ടീവായിരുന്നു. ആൾക്കൊന്നും ലൂട്ട് ചെയ്യാൻ വേണ്ടായിരുന്നു, ആൾക്ക് ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്യാനും ആയിരുന്നില്ല. എന്താ പറയുക, പകരം ചോദിക്കുക. ആളുടെ ട്രേഡ് പോകാൻ കാരണം രാജാ ദഹീറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ച കാരണം ഒരു പൈററ്റ് അറ്റാക്ക് വരുന്നതാണ്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുക, രാജാ ദഹീറിനെ അറ്റാക്ക് ചെയ്യുക, എത്ര ഉണ്ടായിരുന്നുള്ള ആളുടെ ഉദ്ദേശം. ഓക്കെ, ഈ ഖാസിം എന്ന് പറഞ്ഞ ആൾ ഉമായദ് ഖാലിഫേറ്റിലെ ഒരു ജനറൽ ആയിരുന്നു. ഈ ഖാലിഫേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇസ്ലാം മതത്തിലെ ഒരു എന്താ പറയുക റൂളർ എന്ന് കൺസിഡർ ചെയ്യുന്ന ഒരാളാണ്. ആ ഒരാളായിരിക്കും ഇസ്ലാം മതത്തിലെ എല്ലാവരുടെയും സിംഗിൾ ആയിട്ടുള്ള ടോപ്പിലുള്ള. ഇപ്പോൾ പോപ്പ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി റിലീജിയസ് ആണ്. ഇത് റിലീജിയസും ആണ് പൊളിറ്റിക്കലും ആയിട്ടുള്ളൊരു ഫിഗറാണ് ഖലീഫ പറയുമ്പോഴത്തേക്ക്. ആ ഖലീഫയുടെ സിസ്റ്റത്തിനെ ഖലീഫേറ്റ് എന്ന് പറയുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ കാറ്റപ്പുൾട്ട് പറയുമ്പോഴത്തേക്ക് കവണ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ആളാണ്. ഫസ്റ്റ് യൂസ് ചെയ്തെന്നൊന്നും ആയിരിക്കില്ല, അത് പോപ്പുലറൈസ് ചെയ്യുന്നു എന്നുള്ളൊരു മീനിങ് ആയിരിക്കും. മജാനിക് എന്നായിരുന്നു ഒന്ന് പറഞ്ഞത്. അപ്പോൾ ഓർക്കണം, മജാനിക് പോപ്പുലറൈസ് ചെയ്ത ആരോ ചോദിക്കുകയാണെങ്കിൽ മുഹമ്മദ് ബിൻ ഖാസിമ. ഓക്കെ, പിന്നെന്താ, ആൾ വന്നു. പിന്നെ ദഹീറിന് ഫോർമലായിട്ടുള്ള കുറച്ച് റവന്യൂ സിസ്റ്റം ഉണ്ടായിരുന്നു. ദഹീർ എന്ന് പറഞ്ഞാൽ രാജാ ദഹീറിനെ തോപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആൾ വന്നത്. സിന്ധിലെ രാജാവായിരുന്നു, മറക്കരുത്. അപ്പോൾ ആളുടെ
കുറച്ച് ലാൻഡ് റവന്യൂ സിസ്റ്റം ആൾ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞിട്ടില്ല. പിന്നെ ആൾ കുറച്ചൊക്കെ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഓക്കെ, അപ്പോൾ തന്നെ അതുകൊണ്ടാണല്ലോ ഖലീഫയുടെ ജനറൽ ആയത്. ഓക്കെ, അപ്പോൾ ആൾ ജിസിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ജിസിയ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാക്സ് ആണ്. നമ്മുടെ എന്താ പറയുക, ഖുറാനിൽ ഷരിയ ലോയിൽ പറയുന്ന പ്രകാരം മെയിനായിട്ട് 4 ടാക്സസ് മുസ്ലിംസ് വാങ്ങിക്കണം എന്നാണ്. അതിൽ 4 ടാക്സ് പിന്നെ നമ്മൾ കാണും. അതിലുള്ള ഒരെണ്ണമാണ് ജിസിയ. നോൺ മുസ്ലിംസ് മുസ്ലിം റൂളേഴ്സിന് പേ ചെയ്യേണ്ട ടാക്സ് ആണ്. ഹിന്ദുവോ ബുദ്ധിസ്റ്റോ അല്ലെങ്കിൽ ആരായാലും മുസ്ലിം രാജാവാണ് ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ രാജാവിന് കൊടുക്കേണ്ട ടാക്സ് ആണ് ഈ ജസിയ പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. പക്ഷേ ഹിന്ദു റിലീജിയസ് ഓട്ടോണമി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് ഒന്ന് ഫോഴ്സ്ഡ് കൺവേർഷനോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണോ അങ്ങനെയുള്ളൊരു നിർബന്ധമൊന്നും ആൾക്കുണ്ടായിരുന്നില്ല. ആൾ കുറച്ച് കണ്ടോ, മെയിൻറ്റെയിൻ സെപ്പറേറ്റ് സിവിൽ കോഡ്സ് ഫോർ നോൺ മുസ്ലിംസ്. ഷെറിയ ലോ ഉപയോഗിച്ച് ഇസ്ലാമിലെ ആൾക്കാരെ വിചാരണ ചെയ്യുകയാണെങ്കിൽ ഹിന്ദു ലോസോ അല്ലെങ്കിൽ ഏതാണോ നമ്മുടെ വേറെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബുദ്ധിസ്റ്റ് ലോസ് അനുസരിച്ച് അല്ലെ ജൈനിസ് ലോസ് അനുസരിച്ച് ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള ചോയ്സ് വെച്ചിട്ട് അവരെ വിചാരണ ചെയ്യുന്നു. ഓക്കെ, ഹി ഡിഡ് നോട്ട് എസ്റ്റാബ്ലിഷ് സുൽത്താനേറ്റ്. ആൾ സുൽത്താനേറ്റ് ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. പിന്നെ രണ്ടാമത് വരുന്ന ആളാണ് മുഹമ്മദ് ഓഫ് ഗസ്നി. ഓക്കെ, ഇയാളുടെ ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവറായിട്ട് സാധനങ്ങൾ ഇന്ത്യയിൽ വരിക, സാധനങ്ങൾ അടിച്ചു മാറ്റുക. ഇയാൾ 1000 AD to 1027 AD ഉള്ളിൽ 17 വട്ടം ഇന്ത്യ റെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഓരോ വട്ടം വരുമ്പോഴും ഇന്ത്യയിലുള്ള ടെമ്പിൾസ് ആയാലും പാലസസ് ആയാലും ഇവിടെ നിന്നൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങൾ ലൂട്ട് ചെയ്യുക അയാളുടെ രാജ്യത്തുണ്ട്. ഇതാൾ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അങ്ങനെ ഒരു വട്ടം ലൂട്ട് ചെയ്യാൻ വന്നപ്പോൾ ഹിന്ദു ഷാഹി ഡൈനാസ്റ്റിയിലെ ഒരു റൂളറായിരുന്നു ജയപാൽ പറഞ്ഞിട്ട്. ഈ ജയപാലിനെ ബാറ്റിൽ ഓഫ് വൈഹിന്ദിൽ ആൾ തോപ്പിക്കുന്നുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഈ ജയ്പാലിനെ പിന്നെ സക്സീഡ് ചെയ്ത് വരുന്ന ആളാണ് അനന്ത് പാൽ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. കണ്ടോ, ഡിഫീറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അനന്ത് പാലിനെ ഇയാൾ തോപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇയാളും എംപയർ ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല, ബട്ട് പ്ലണ്ടറാണ്. പ്ലണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയിട്ട് വരുന്ന ആൾക്കാരെ പറഞ്ഞ പ്ലണ്ടർ ചെയ്യുക എന്നുള്ളത്. പിന്നെന്താ പറയുക, അൽ ബിറൂണി പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിയനാണ്. ഈ അൽ ബിറൂണി ഈ മുഹമ്മദ് ഓഫ് ഖസ്നിയുടെ കോർട്ടീസനായിരുന്നു. ഈ അൽ ബിറൂണി എഴുതിയ ബുക്കാണ് കിതാബുൽ ഹിന്ദ്. കിതാബുൽ ഹിന്ദ് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. കിതാബ് എന്ന് പറഞ്ഞാൽ ബുക്കാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത് നമ്മുടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു വാക്കാണ് ഈ കേരളത്തിൽ. എല്ലാവരും അല്ല, മലബാറിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. ഹിന്ദ് പറയുമ്പോഴത്തേക്ക് ഇന്ത്യ എന്നുള്ളത്, ഹിന്ദ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യ എന്നുള്ളത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാം, ഹിന്ദ് എന്നുള്ള പേര് എങ്ങനെയാണ് വന്നതെന്നറിയോ? പണ്ടത്തെ കാലത്ത് നമ്മുടെ ഇന്ത്യയുമായിട്ട് ഗ്രീക്കുകാരൊക്കെ ട്രേഡ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഗ്രീക്കുകാർ ഇന്ത്യനെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻഡോസ് എന്നായിരുന്നു. ഇൻഡോസ്, ലാൻഡ് ടു ദി ഈസ്റ്റ് ഓഫ് ഇൻഡസ്. ഈ ഇൻഡസിൻ്റെ കിഴക്കുള്ള രാജ്യത്തിനെ പറഞ്ഞുകൊണ്ടിരുന്ന ഇൻഡോസ് എന്നായിരുന്നു. അവിടെ വന്നപ്പോഴത്തേക്ക് ഹിന്ദുസ് ആവുന്നു. അപ്പോൾ ഈ ഹിന്ദുസിൽ താമസിക്കുന്ന മനുഷ്യന്മാർ ഹിന്ദുസായി, മനസ്സിലായോ? പിന്നെ ആ രാജ്യം ഹിന്ദായി, പിന്നെ അത് ഇവോൾവ് ചെയ്ത് ഇന്ത്യയായി. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് ആരാന്ന് ഓർമ്മയില്ല. എനിക്ക് നമ്മുടെ നാട്ടിലുള്ള തന്നെ നമ്മുടെ മലയാളത്തിലെ ഒരു ന്യൂസ് റീഡർ ആണോ അതോ ഏതോ പൊളിറ്റീഷ്യൻ ആണോ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ഹിന്ദുസ് ആണെന്ന് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് കുറച്ച് നാൾ മുമ്പൊരു ചർച്ച ഉണ്ടായിരുന്നു. അതിൻ്റെ സംഭവം ഇതാണ്, ഇത്രേ ഉള്ളൂ. ഇൻഡോസ്, ലാൻഡ് ടു ദി ഈസ്റ്റ് ഓഫ് ഇൻഡസിലുള്ള ആൾക്കാർ ഇൻഡോസായി, പിന്നെ അവർ ഹിന്ദോസായി, ഹിന്ദോസ് പിന്നെ ഹിന്ദുവായി, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഹിന്ദു മതം ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ല ഹിന്ദുസായത്. ഇങ്ങനെ വന്നൊരു ഇവല്യൂഷൻ അത്. ഓക്കെ, അപ്പോൾ ഹിന്ദു പറയുമ്പോഴത്തേക്ക് സംതിങ് റിലേറ്റഡ് ടു ഇന്ത്യ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്ത്യനെ പറ്റിയുള്ള ബുക്കാണ് കിതാബുൽ ഹിന്ദ്. ആരുടെ? അൽ ബിറൂണി ആരുടെ കോട്ടിലായിരുന്നു? മുഹമ്മദ് ഓഫ് ഖസ്നിയുടെ. ഓക്കെ, അതുപോലെ തന്നെ ഉണ്ടായിരുന്ന വേറൊരു ഹിസ്റ്റോറിയൻ അല്ലെങ്കിൽ ഒരു പോയിട്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു എന്താ പറയുക കഥാകൃത്തായിരുന്നു. ആരെ? ഫിർദൗസി. ഓക്കെ, ഫിർദൗസി എഴുതിയ ബുക്കാണ് ഷാനാമ. ഈ ഷാനാമ, ഷാ പറഞ്ഞു കഴിഞ്ഞാൽ കിങ് ആണ് നമുക്കറിയാലോ, ഷാറുഖ് ഖാൻ, ഷാ ജഹാൻ. ഷാ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ്, കിങ് എന്നുള്ളൊരു മീനിങ് വരുന്നതാണ്. അപ്പോൾ ഒരു രാജാവിനെ പറ്റിയുള്ള നാമമാണ് ഷാനാമ. ഓക്കെ, ഇഷ്ടംപോലെ നാമം നമ്മളിനി മുഗൾസിൻ്റെ കാര്യത്തിൽ പഠിക്കാനുണ്ട്. അക്ബർ നാമ, എന്താ പറയുക, ഹുമയൂൺ നാമ, അങ്ങനെ കുറേ നാമയുണ്ട്. സോ നാമ ആസ് റിലേറ്റഡ് ടു ഒരാൾ. ഓക്കെ, പിന്നെന്താ പറയുക, ഈ മുഹമ്മദ് ഖസ്നി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജയപാലിനെ അനന്തപാലിനെ തോപ്പിച്ചു പറഞ്ഞു. ഈ ജയപാലും അനന്തപാലും ആ ഒരു നോർത്ത് വെസ്റ്റേൺ സൈഡ് ഓഫ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇവരെ തോപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ആർക്കും വന്ന് ഈ ഒരു സൈഡിൽ നിന്ന് വരുന്ന ആർക്കും വന്ന് ഇന്ത്യനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിയായി. അപ്പോഴത്തേക്ക് എന്താ പറയുക, ഒരു പൊളിറ്റിക്കൽ വാക്യൂം ആൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ബേസിക്കലി അവിടെ ഭയങ്കര ഡീസ്റ്റെബിലൈസ്ഡ് ആവുന്നു അവിടുത്തെ ഒരു സിസ്റ്റം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ എന്ന ഉദ്ദേശത്തോടു കൂടി മുഹമ്മദ് ഘോരി വരുന്നത്. ഓക്കെ, മുഹമ്മദ് ഘോരി നമ്മുടെ ഇന്ത്യയിൽ വരികയാണ്. അയാളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പറഞ്ഞു ടെറിട്ടോറിയൽ എക്സ്പാൻഷനാണ്. ആളുടെ
ഏരിയ വലുതാക്കുക, ആ ഒരു ഉദ്ദേശത്തോടെ ഘോരി വരുന്നത്. അപ്പോൾ ആൾ വരുമ്പോഴത്തേക്ക് ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ അവിടെ രജ്പൂത് ക്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ഫാമിലിയാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഫാമിലിയാണ്, പക്ഷേ അതിൽ തന്നെ പല ഫാമിലീസ് ഉണ്ട്. ആ ഫാമിലീസ് ഓരോന്നും ഓരോ എന്താ പറയുക, ഓരോ ലോക്കൽ കിങ്ഡം പോലെ ഒരു സെറ്റപ്പ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ ഉണ്ടായിരുന്ന കുറച്ച് പേരുണ്ട്. എക്സാമ്പിൾസ് പറയാൻ ചൗഹാൻസ്, റാത്തോർ ഉണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ ഉണ്ടായിരുന്ന ഒരാളാണ് പരാമര. അങ്ങനെ കുറച്ച് പേരുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ജയ്പാലിനെ അനന്തപാലിനെയും ഖസ്നി തോപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് ആർക്ക് വേണമെങ്കിൽ വന്ന് ഇന്ത്യ എന്താ പറയുക അറ്റാക്ക് ചെയ്യാനാവും. അവിടെ ഒരു പൊളിറ്റിക്കൽ വാക്യൂം ക്രിയേറ്റ് ആവും. പൊളിറ്റിക്കൽ വാക്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരാജകത്വം, അവിടെ രാജാവില്ല, അങ്ങനെ ഒരു അവസ്ഥയാവും. ആ ഒരു അവസരം മുതലെടുത്ത് വന്ന ഒരാളാണ് മുഹമ്മദ് ഘോരി. ഘോരി വരുന്നതിന് ഒറ്റൊരു ഉദ്ദേശമുള്ളൂ, ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്യുക. അയാളുടെ സ്ഥലം അയാൾ എക്സ്പാൻഡ് ചെയ്താൽ അത് കുറച്ചുകൂടെ കൂടുതൽ സ്ഥലം ആളുടെ കയ്യിൽ വെക്കണം. അതിന് വേണ്ടിയിട്ട് അയാൾ വരണേ. അയാൾ വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഒരു രജ്പൂത് ഫാമിലി പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ കുറച്ച് ഫാമിലീസ് ഉണ്ട്. ഓരോരുത്തരും ഓരോ ലോക്കൽ റീജിയണൽ കിങ്ഡം പോലെ കൊണ്ടു നടക്കുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു. അതിനകത്തുണ്ടായിരുന്ന ഒരു ഫാമിലിയാണ് ചൗഹാൻസ്. ഓക്കെ. ഈ ചൗഹാൻസിലെ രാജാവായിരുന്നു, ലാസ്റ്റ് റൂളറായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. ഓക്കെ. ഈ പൃഥ്വിരാജ് ചൗഹാൻ നമ്മുടെ അക്ഷയ് കുമാറിൻ്റെ ഒരു സിനിമയുണ്ട്, മാനുഷി ചില്ലറും അക്ഷയ് കുമാറും കൂടെ കൂടിയിട്ട് സാമ്രാട്ട് പൃഥ്വിരാജ് പറഞ്ഞിട്ട്, അത് ഈ പൃഥ്വിരാജ് ചൗഹാനെ കാണിക്കണം അതിനകത്ത് അക്ഷയ് കുമാർ. പിന്നെ ഘോരിയും ചൗഹാനും തമ്മിലുള്ള ബാറ്റിലാണ് അതിനകത്ത് കാണിക്കുന്നത്, 2 എണ്ണം. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈൻ ഉണ്ടാവുന്നുണ്ട്, തറൈൻ ഓർ താനേശ്വർ. ഓക്കെ. ഈ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈനിൽ പൃഥ്വിരാജ് ചൗഹാൻ ഘോരിനെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. ഉണ്ടായ ഡേറ്റ് കണ്ടോ, 1191. ഓക്കെ. 1191 AD പൃഥ്വിരാജ് ചൗഹാൻ ഘോരിനെ തോപ്പിക്കുകയാണ്. അതിനകത്ത് കാണിക്കുന്നുണ്ട് ഘോരി തോറ്റ് ഓടുന്നുണ്ട്. പക്ഷെ പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് അതൊരു പീസ്ഫുള്ളായിട്ട്, സിനിമ അനുസരിച്ചാണെങ്കിൽ കുറച്ച് പീസ്ഫുള്ളായിട്ടുള്ള രീതിയിൽ അത് സെറ്റിൽ ആവുന്നതാണ്. ഘോരി തോക്കുന്നു, ആൾ ഡീസൻ്റ് ആയിട്ട് തന്നെ ആ ഒരു ഡിഫീറ്റ് ഏറ്റുവാങ്ങിയിട്ട് ആൾ തിരിച്ചു പോവുകയാണ്. പിന്നെ രണ്ടാമത്തെ വട്ടം ആൾ ബാറ്റിലിന് വരുന്നത്, സിനിമയുടെ കഥയാണ് ഞാൻ പറയുന്നത്, ഈ നമ്മുടെ മാനുഷി ചില്ലറിൻ്റെ ക്യാരക്ടർ ഉണ്ടല്ലോ, അത് ഈ പറഞ്ഞ ജയ്പാലിൻ്റെ അനന്തപാലിൻ്റെ ഏതോ ഒരാളുടെ മോളാണ്. അപ്പോൾ എന്താ ഇഷ്യൂ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൃഥ്വിരാജ് ചൗഹാൻ തട്ടിക്കൊണ്ടുപോയല്ല, ഒളിച്ചോടിപ്പോയി കല്യാണം കഴിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഭയങ്കര ദേഷ്യമായിരിക്കും അച്ഛന്. അപ്പോൾ അമ്മായിയച്ഛൻ ചൗഹാനോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തുന്നതാണ് ഘോരിനെ പിന്നെ യുദ്ധത്തിന്. അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഇങ്ങനെ വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ ചൗഹാൻ പോയിട്ട് ഈ ഒരു രജ്പൂത് ക്ലാൻ്റെ അടുത്ത് സപ്പോർട്ട് ചോദിക്കും. പക്ഷേ അവർ സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെയാണ് തോക്കുന്നതെന്ന് സിനിമയിൽ കാണിക്കുന്നത്, അങ്ങനെയാണ്. ഓക്കെ. അങ്ങനെ എന്തോ ആണ്, ഞാൻ കണ്ടത് ഓർമ്മയിൽ പറഞ്ഞതാണ്. ശരി. അപ്പോൾ സെക്കൻഡ് ബാറ്റിൽ ഓഫ് തറൈൻ അങ്ങനെ വരുന്നു. ഘോരി വരുന്നു, പൃഥ്വിരാജിനെ തോപ്പിക്കുന്നു, ഘോരി ഭരണം ഏറ്റെടുക്കുന്നു. ഓക്കെ. ഈ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈനും സെക്കൻഡ് ബാറ്റിൽ ഓഫ് തറൈനും മുഹമ്മദ് ഘോരിയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിലുള്ളതാണെന്ന് ഓർക്കണം. ഘോരി എന്താ പറയുക തോറ്റു പോകുന്നത് ഫസ്റ്റും, അതായത് 1191 ഘോരി തോറ്റു പോകുന്നു, 1192 ഘോരി ജയിക്കുന്നു. ഓക്കെ. അതോടെ പൃഥ്വിരാജ് ചൗഹാൻ എന്താ പറയുക എന്നുള്ള ആൾ സിനിമയിൽ പറയുന്നു ആൾ ജയിലിലിടും, പിന്നെ അങ്ങനെ എന്തൊക്കെയാണെന്ന് പറയുന്നു. പക്ഷെ മരിക്കുന്നു എന്ന് വേറെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. ഓക്കെ. ഹിസ്റ്ററിയാണ്, നമുക്കൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരെയും വീരാരാധന കാരണം എല്ലാവരെയും പൊക്കി പറയുക ചെയ്യുക. അപ്പോൾ റിയാലിറ്റി എന്താണെന്നുള്ളത് നമുക്ക് അന്നത്തെ കാലത്ത് കുറച്ച് ക്ലാരിറ്റി കുറവാണ്. ഓക്കെ. ഡൽഹി അങ്ങനെ ഫസ്റ്റ് ടൈം മുസ്ലിം റൂളറിന് ഓപ്പൺ ആയി കിട്ടുകയാണ്. അതുവരെ അവിടെ ഹിന്ദു റൂളേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ടൈം മുസ്ലിം റൂളറിന് അങ്ങനെ ഡൽഹി ഓപ്പൺ ആവുകയാണ്. ഓക്കെ. പിന്നെ ഒരു കാര്യം, ഈ നമ്മൾ ഇപ്പോൾ രാജാവിൻ്റെ മോൻ രാജാവാകുന്നു, ആ മോൻ്റെ മോൻ രാജാവാകുന്നു പറയുമ്പോഴത്തേക്ക് എന്താ, ഭയങ്കര ഒരു സുഖമില്ലാത്ത റൂളാവും. സുഖലോലുപത വന്നിട്ട് ആ ഒരു ഗവേണൻസ് ഫുൾ കൊളാവാനാണ് ചാൻസ്. അതുകൊണ്ട് തന്നെ ഘോരി ഗവർണേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ജയ്പാലും അനന്തപാലും ഡിഫീറ്റ് ആവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഉണ്ടാവുക, ആ ഒരു ഏരിയ, ഇപ്പോൾ ഏത് ഏരിയ, ഇന്ത്യ ഇങ്ങനെ പോണു. ഓക്കെ. ഇന്ത്യ ഇതാന്ന് വെക്കുക. അപ്പോൾ ഈ ഒരു രജ്പുത് ക്ലാനാണ് ഇത്ര ഒരു ഏരിയയിലെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ജയ്പാലും അനന്തപാലും പോകുമ്പോൾ തന്നെ ഭയങ്കര എളുപ്പമാകും അപ്പോൾ ഇവിടെ നിന്നുള്ള ആൾക്കാർക്ക് ഇന്ത്യ അറ്റാക്ക് ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഇവരിവിടെ പോകുമ്പോഴത്തേക്ക് റെസിസ്റ്റൻസ് കുറയണു, ഇന്ത്യ ആ ഒരു ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ സൈഡ് ഓപ്പൺ ആവുന്നു. അങ്ങനെ ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം വന്ന ഒരാളാണ് മുഹമ്മദ് ഘോരി. ഓക്കെ. ഘോരി അങ്ങനെ വരികയാണ്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക, രജ്പൂത് ഫാമിലി പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട് എന്നൊക്കെ. അപ്പോൾ അതിനകത്തെ കുറച്ച് ആൾക്കാരാണ് ചൗഹാൻസ്, ശിശോദിയ, റാത്തോർ, കച്ചാവാസ്, പരാമര, ചാലുക്യാസ് ആൻഡ് സോളാങ്കി. ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് പറഞ്ഞോട്ടെ, നമ്മൾ പറഞ്ഞു എന്താ പറയുക, ഖസ്നി വന്നിട്ട് റെയ്ഡ് ചെയ്തു പറഞ്ഞിട്ടില്ലേ, സോംനാഥ് ടെമ്പിൾ കുറേ വട്ടം റെയ്ഡ് ചെയ്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ആ സോംനാഥ് ടെമ്പിൾ ഉണ്ടാക്കിയത് സോളാങ്കി ഡൈനാസ്റ്റിയിലെ ഭീംദേവയാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നു. ഓക്കെ. ശരി.
അപ്പോൾ ഈ ചൗഹാൻസിലെ മെയിനായിട്ടുണ്ടായിരുന്ന ആളാണ് പൃഥ്വിരാജ് ചൗഹാൻ. ഈ പൃഥ്വിരാജ് ചൗഹാൻ ആയിരുന്നു ഘോരി വരുന്ന സമയത്ത് ആ ഒരു ഏരിയ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ പൃഥ്വിരാജ് ചൗഹാൻ നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു റൂളറായിരുന്നു. ഫസ്റ്റ് ടൈം ഘോരി വരുമ്പോഴത്തേക്ക് തന്നെ എന്താ ഉണ്ടാവുക, പൃഥ്വിരാജ് ചൗഹാൻ നല്ലൊരു റെസിസ്റ്റൻസ് കൊടുക്കുന്നു, ഘോരീനെ തോപ്പിക്കുന്നു. ഏതിൽ? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈൻ 1191 പൃഥ്വിരാജ് ചൗഹാൻ ഘോരീനെ തോപ്പിക്കുക. പക്ഷേ ഈ ഒരു സാധനം നമുക്കൊരു സിനിമയിൽ കാണാൻ പറ്റും. അക്ഷയ് കുമാറും മാനുഷി ചില്ലറും കൂടിയിട്ടുള്ള സാമ്രാട്ട് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ സിനിമയിൽ ഈ കഥയെ കാണിക്കണേ. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈനും സെക്കൻഡ് ബാറ്റിൽ ഓഫ് തറൈനും കാര്യങ്ങളൊക്കെ കാണിക്കണം. ജസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അങ്ങനെ 1992 ഘോരീനെ വിളിച്ചോണ്ട് വരികയാണ്. ആരാന്നറിയോ? ഈ പൃഥ്വിരാജ് ചൗഹാന്റെ ഭാര്യയുണ്ട്, സംയോജിക എന്നെന്തോ ആണ് പേര്. അപ്പോൾ ആളുടെ അച്ഛനുണ്ടാവും, ജയചന്ദ് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒളിച്ചോടി പോയി കല്യാണം കഴിക്കുകയാണ്. ഈ ഒരു ദേഷ്യം കാരണം, വൈരാഗ്യം കാരണം ഇങ്ങേര് തന്നെയാണ് പോയിട്ട് ഘോരീനെ വിളിച്ചിട്ട് വരുന്നതായിട്ടാണ് സിനിമയിൽ കാണിക്കണേ. റിയാലിറ്റിയിൽ അങ്ങനെയാണോ എന്നുള്ളത് അറിയില്ല. സിനിമയിൽ ഇങ്ങനെയാണ് കാണിക്കണേ. അപ്പോൾ എന്ത് ചെയ്യും, പൃഥ്വിരാജിനെ പറ്റി അറിയും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ പൃഥ്വിരാജ് പോയിട്ട് ബാക്കിയുള്ള രജ്പുത് ക്ലാനിലെ ആൾക്കാരോട് ഹെൽപ്പ് ചോദിക്കും. പക്ഷേ അവർ കേൾക്കില്ല, അത് വിട്ട് കളയും. കാരണം പൃഥ്വിരാജ് ചൗഹാൻ ഇങ്ങനെ ഒരു കല്യാണം ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചുകൊണ്ട് എല്ലാവരും ഈ ഒരു ജയചന്ദ്, ഈ സംയോജികയുടെ അച്ഛൻ ജയചന്ദിൻ്റെ ഭാഗത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ബേസിക്കലി അങ്ങനെ ഘോരി വരുമ്പോഴത്തേക്കും പൃഥ്വിരാജ് ചൗഹാന് നല്ലൊരു റെസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഘോരി പൃഥ്വിരാജ് ചൗഹാനെ തോപ്പിക്കുകയാണ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് തറൈൻ അല്ലെങ്കിൽ സെക്കൻഡ് ബാറ്റിൽ ഓഫ് താനേശ്വറിൽ 1192. ഓക്കെ. അങ്ങനെ ബേസിക്കലി എന്താ ചെയ്യണേ, ഘോരി ഫസ്റ്റ് റൂളർ ടു എസ്റ്റാബ്ലിഷ് എ മുസ്ലിം റൂൾ ഇൻ ഇന്ത്യ ആയി മാറുകയാണ്. ഓക്കെ. ആ ഒരു സമയം തൊട്ടിട്ട്, ആ ഒരു സെക്കൻഡ് ബാറ്റിൽ ഓഫ് തറൈനിൽ ഘോരി ചൗഹാനെ തോപ്പിച്ച് കഴിഞ്ഞ് എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് തൊട്ടിട്ട് നമ്മുടെ മുഗൾസ് വരെ, നമ്മളങ്ങോട്ട് വരും, മുഗൾസ് വരെ ഇസ്ലാമിക് റൂൾ മാത്രമാണ് ഡൽഹിയിൽ ഉണ്ടാവുക. അതിനിടയിൽ ഒരു ഹിന്ദു വരുന്നില്ല. ഒരു ഹിന്ദു കൺവേർട്ട് വരുന്നുണ്ട്, പക്ഷേ ഇത് ഹിന്ദു കൺവേർട്ടഡ് ടു ഇസ്ലാമാണ്. അല്ലാണ്ട് ഇത് കഴിഞ്ഞ് പിന്നെ ഒരു ഹിന്ദു റൂളർ ആ ഒരു ഡൽഹിയുടെ ത്രോണിൽ ഇരിക്കുന്നില്ല. ഓക്കെ. സോ ലാസ്റ്റ് ഹിന്ദു റൂളർ ഓഫ് ഡൽഹി ചോദിച്ചു കഴിഞ്ഞാൽ അത് പൃഥ്വിരാജ് ചൗഹാനാണ്, ഓർത്തിരുന്നോണം. ഓക്കെ, ശരി. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ, മകൻ, കൊച്ചുമകൻ ഇങ്ങനൊരു രീതിയിൽ ഭരണം പോവാന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക, കൂടുതൽ കറപ്ഷൻ വരും, ഇന്നെഫിഷ്യൻസി വരും, അല്ലെങ്കിൽ ആ ഒരു എന്താ പറഞ്ഞാൽ ഭയങ്കര ഒരു നല്ലൊരു ഗവർണൻസ് മുന്നോട്ട് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഘോരി ആളുടെ മകന് കൊടുക്കുന്നതിന് പകരം റൂള് ഡിവൈഡ് ചെയ്തിട്ട് ആളുടെ ഗവർണേഴ്സിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ സിസ്റ്റം പോലെ പ്രസിഡന്റ് മുകളിലിരിക്കണു. പ്രസിഡന്റ് കൺട്രിയുടെ കാര്യം നോക്കുമ്പോൾ പ്രസിഡന്റ് ആരെ അപ്പോയിന്റ് ചെയ്യണേ, താഴെ ഗവർണേഴ്സിനെ ഓരോ സ്റ്റേറ്റിൽ അപ്പോയിന്റ് ചെയ്യണു, ഗവർണർ ഒരു സ്റ്റേറ്റിൻ്റെ കാര്യം നോക്കണു. സെയിം സംഭവം. അതുപോലെ തന്നെ ഘോരി ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഡൽഹിയിലെ ഗവർണറായിരുന്നു ആളുടെ സ്ലേവ്സിനെയാണ് ആൾ ഗവർണർ ആക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. സ്ലേവ്സ് ഓർ മാംലുക്സ്. മാംലുക്ക് എന്ന് പറഞ്ഞാൽ സ്ലേവ്, ഓർത്തിരുന്നു. നമുക്ക് അടുത്ത ഒരു ഡൈനാസ്റ്റി വരുന്നുണ്ട്, മാംലുക്ക് ഡൈനാസ്റ്റി പറഞ്ഞിട്ട്. അപ്പോൾ മാംലുക്ക് പറഞ്ഞ സ്ലേവ്, ഇയാളുടെ സ്ലേവ്സിനെയായിരുന്നു ആൾ ഗവർണേഴ്സായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡൽഹിയിലെ ആളുടെ ഗവർണറായിരുന്നു ഖുത്ബുദ്ദീൻ ഐബക്ക്. ഓക്കെ, അത് ഓർത്തിരുന്നു, ആ ഒരാളെ നമുക്ക് വേണം. പിന്നെ ബയാനയിൽ ഉണ്ടായിരുന്ന ആളാണ് ബഹൗദ്ദീൻ തുഗ്രിൽ. ഓക്കെ. പിന്നെ മുൾട്ടാനിലെ സിദ്ധിലും ഉണ്ടായിരുന്ന ആളാണ് നസ്രുദ്ദീൻ ഖവാജ. ഓക്കെ, മൂന്നുപേരെ ഓർത്തിരുന്നല്ലോ. ഡൽഹിയിൽ ഉണ്ടായിരുന്നത് ഖുത്ബുദ്ദീൻ ഐബക്ക്, ബയാനയിൽ ഉണ്ടായിരുന്നത് ബഹൗദ്ദീൻ തുഗ്രിൽ, മുൾട്ടാൻ ആൻഡ് സിദ്ധ് നോക്കിയിരുന്നത് നസ്രുദ്ദീൻ ഖവാജ. ഓക്കെ, 3 പേരെ. ഓക്കെ, അത് ഓർത്തിരുന്നു നിൽക്കുന്നു. പിന്നെ എന്താ പറയുക, ഫൗണ്ടേഷൻസ് ഓഫ് മിലിറ്ററി ഗവർണൻസ് ഇന്ത്യ, അത് മിലിറ്ററി റൂളായിരുന്നു കുറച്ചുകൂടി ഉണ്ടായിരുന്നത്. പിന്നെ ലെയ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് ബേസ് ഫോർ ഡൽഹി സുൽത്താനേറ്റ്. ഇയാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഡൽഹി സുൽത്താനേറ്റ് എസ്റ്റാബ്ലിഷ് ആവുകയാണ്. നമ്മൾ പറഞ്ഞ മാംലുക്ക് ഡൈനാസ്റ്റി ആരുടെ ഇത്, ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ പേരിൽ ഖുത്ബുദ്ദീൻ ഐബക്ക് എസ്റ്റാബ്ലിഷ് ആക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് വരാം. ഓക്കെ. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബേസ് ആൾ ലേ ചെയ്യുകയാണ്. പിന്നെ മുസ്ലിം പൊളിറ്റിക്കൽ റൂൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അങ്ങനെ ആളുടെ മരണശേഷം ഐബക്ക്, ആളുടെ സ്ലേവായിട്ടുള്ള, ആളുടെ ഗവർണറായിട്ടുള്ള ഖുത്ബുദ്ദീൻ ഐബക്ക് പുതിയൊരു ഡൈനാസ്റ്റി ഡൽഹിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അതാണ് ഡൽഹി സുൽത്താനേറ്റ്. ഓക്കെ, ഡൽഹി സുൽത്താനേറ്റിലെ മാംലുക്ക് ഡൈനാസ്റ്റി. ഓക്കെ, അതിനു മുമ്പ് ഡൽഹി സുൽത്താനേറ്റ് ജസ്റ്റ് ഒന്ന് പറയാം. ഡൽഹി സുൽത്താനേറ്റ് പറയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും 5 ഡൈനാസ്റ്റീസ് ആണുള്ളത്. മാംലുക്ക് ഉണ്ട്, ഖൽജി ഉണ്ട്, തുഗ്ലക്ക് ഉണ്ട്, സയ്യിദ് ഉണ്ട്, ലോഡി ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ആൾക്കാർ തുഗ്ലക്കാണ്. തുഗ്ലക്ക് ഒരുപാട് കാലം ഭരിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു ടൈം പീരീഡ് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഒരുപാട് കാലം ഭരിച്ച, ഏകദേശം 96 കൊല്ലത്തോളം ആര് ഭരിച്ചു? തുഗ്ലക്ക് ഭരിച്ചു. ഏറ്റവും കുറവ് കാലം ഭരിച്ചത് ഖൽജിയാണ്.
ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നോണം. അപ്പോൾ ഏതൊക്കെ ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു? പ്രധാനമായിട്ടും ഡൽഹി സുൽത്താനേറ്റ്സിൽ 5 പേര്: മാംലുക്, ഖൽജി, തുഗ്ലക്, സൈഡ് ആൻഡ് ലോഡി. ഓക്കെ, ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് തുഗ്ലക്കും ഏറ്റവും കുറവ് കാലം ഭരിച്ചത് ഖൽജി. ഓക്കെ, പിന്നെ അതുപോലെ വേറൊരു സാധനം നോക്കണം. ഇതിൽ ലോഡി ഡൈനാസ്റ്റി മാത്രമാണ് അഫ്ഗാൻ ഇൻ ഒറിജിൻ. ബാക്കി എല്ലാവരും ടർക്കിഷ് ഇൻ ഒറിജിൻ ആണ്. ടർക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഡിറ്ററേനിയൻ സീയുടെ സൈഡിലുള്ള കൺട്രിയാണ് ടർക്കി. 2 കൊല്ലം മുമ്പ് ഒരു എർത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഒരു അനാറ്റോലിയ പ്ലേറ്റിൻ്റെ. കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാൻ പറ്റും. ഇവരെല്ലാവരും ടർക്കിയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ലോഡി ഡൈനാസ്റ്റി മാത്രമാണ് അഫ്ഗാനിസ്ഥാൻ ബേസിൽ വന്ന ഡൈനാസ്റ്റി. ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ ഡൽഹി സുൽത്താനെ ടോട്ടലി റെയിൻ ചെയ്യുന്ന പീരീഡ് 1206 തൊട്ടിട്ട് ഇപ്പോൾ 1526 വരെയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് വേറെ ആൾക്കാർ വരികയാണ്, മുഗൾസ്. അത് നമുക്ക് അപ്പം നോക്കാം. ഇപ്പം എന്തായാലും നമുക്ക് മാംലുക് ഡൈനാസ്റ്റിയിലോട്ട് പോവാം. മാംലുക് ഡൈനാസ്റ്റി, അല്ലെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ പേര്? സ്ലേവ് ഡൈനാസ്റ്റി. ഓക്കെ, അപ്പോൾ 1206 തൊട്ടിട്ട് 1290 വരെയാണ് മാംലുക് ഡൈനാസ്റ്റിയുടെ പീരീഡ്, റെയിനിങ് പീരീഡ് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടർക്കിഷ് ഇൻ ഒറിജിൻ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മുഹമ്മദ് ഘോരിയുടെ ഡൽഹിയിലെ ഗവർണർ അല്ലെങ്കിൽ സ്ലേവ് ആയിട്ടുള്ള ഖുത്ബുദ്ദീൻ ഐബക്കാണ് മാംലുക് ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യണേ പറഞ്ഞുല്ലോ. ഈ ഖുത്ബുദ്ദീൻ ഐബക്കിനെ പറ്റി നമുക്കിന് നോക്കാം. ആൾ 4 കൊല്ലം ഭരിച്ചിട്ടുള്ളൂ, കുഴപ്പമില്ല, അങ്ങോട്ട് വരാം നമുക്ക്. ആളെ പറഞ്ഞുകൊണ്ടിരുന്ന ലാഖ് ഭക്ഷൻ എന്നായിരുന്നു. ആൾ കുറച്ച് നല്ല മനുഷ്യനായിരുന്നു, ചാരിറ്റി ഒക്കെ ചെയ്യുന്ന മനുഷ്യനായിരുന്നു. ലക്ഷങ്ങളുടെ ഒരു അപേക്ഷ കേൾക്കുന്ന ഒരു ആളെന്നുള്ള രീതിയിൽ ലാഖ് ഭക്ഷൻ എന്നായിരുന്നു ആളെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ലാഖ് ഭക്ഷ ആരാ ചോദിച്ചു കഴിഞ്ഞാൽ ഖുത്ബുദ്ദീൻ ഐബക്ക, മറക്കരുത് കേട്ടോ. ഓക്കെ, ഫൗണ്ടേഷൻ ഓഫ് സെൻട്രലൈസ് സുൽത്താനേറ്റ് ബട്ട് ഡിഡ് നോട്ട് കൺസോളിഡേറ്റ്. ആളൊരു എംപയർ സ്റ്റാർട്ട് ചെയ്തു ഡൽഹിയിൽ, പക്ഷെ അത് കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഏകീകരിച്ചിട്ടില്ല. എന്താ പറയുക, അത് ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട്, ഇയാൾ കഴിഞ്ഞിട്ട് വരുന്ന ആളാണ് ഇൽത്തുമിഷ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു എംപയർ ആൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ആളുടെ ക്യാപിറ്റൽ ഫസ്റ്റ് ലാഹോറിലായിരുന്നു. ലാഹോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പാകിസ്ഥാനാണ്. ഓക്കെ, ഇന്നത്തെ പാകിസ്ഥാനിലാണ് ലാഹോർ. പിന്നെ പക്ഷെ അന്നത്തെ ഇന്ത്യ, ഞാൻ പറഞ്ഞില്ലായിരുന്നു, നേരത്തെ പറഞ്ഞു, ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഏരിയ ആയിരുന്നു. 1947 ഇൻഡിപെൻഡൻസ് കഴിയുമ്പോഴാണ് ഇന്ന് കാണുന്ന പോലെ ഇന്ത്യ, പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് വേറെ വേറെ ആയത്, ബംഗ്ലാദേശ്, അങ്ങനെ പലതായിട്ട് മാറിയത് ഈ 1947 കഴിഞ്ഞ് ഓരോരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ആളുടെ ക്യാപിറ്റൽ ലാഹോറിലായിരുന്നു, പിന്നെ അത് ഡൽഹിയിലോട്ട് ആൾ മാറ്റി. പിന്നെ ഈ കുത്തബ് മിനാർ എന്ന് പറഞ്ഞ സംഭവം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ജയറാമിൻ്റെ വൺ മാൻ ഷോയിലെ ഫൈനൽ ആൾ കാശടിക്കുന്ന ക്വസ്റ്റ്യൻ അതാണ്, കുത്തബ് മിനാറാണോ താജ്മഹലാണോ ഏറ്റവും വലുത്? ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. കുത്തബ് മിനാർ പണിഞ്ഞത് തന്നെ ഖുത്ബുദ്ദീൻ ഐബക്കാണ്. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഹൈറ്റ് നോക്കി വെച്ചു, 238 feet. ഓക്കെ, ശരി. പക്ഷേ കുത്തബ് മിനാർ പണി തുടങ്ങുന്നത് ഖുത്ബുദ്ദീൻ ഐബക്കാണ്. അത് പിന്നെ രണ്ടാമത്തെ നില പണിത് ഇൽത്തുമിഷ്. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പിന്നെ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് എന്തോ ഇടിമിന്നലൊക്കെ വന്നിട്ട് അതിന് കുറച്ച് കേടുപാട് പറ്റും. അത് പിന്നെ പണിഞ്ഞ് സുന്ദരനാക്കി നാലാമത്തെയും കൂടെ നില ആഡ് ചെയ്യുന്നതാണ് ഫിറോസ് ഷാ തുഗ്ലക്ക്. ഇതൊന്ന് ഓർത്തിരുന്നു. അപ്പോൾ ഒറ്റയടിക്ക് കുത്തബ് മിനാർ ഫുൾ കംപ്ലീറ്റ് ചെയ്തത് ഖുത്ബുദ്ദീൻ ഐബക്കാന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അല്ല. ഇവർ 3 പേരും കുത്തബ് മിനാറിൻ്റെ പണി ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ആൾ പണിഞ്ഞ വേറെ ഒരു ഇതാണ് കുവാത്തുൽ ഇസ്ലാം മോസ്ക് പറഞ്ഞിട്ട്. ഡൽഹിയിൽ ഒരു കുത്തുബ് കോംപ്ലക്സ് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, കുത്തുബ് കോംപ്ലക്സ്. ആ കുത്തുബ് കോംപ്ലക്സിലുള്ള കുറേ ഇതാണ്, കുത്തുബ് മിനാർ ഉണ്ട്, പിന്നെ മെഹ്റൗലി അയൺ പില്ലർ ഉണ്ട്. ഈ മെഹ്റൗലി അയൺ പില്ലർ എന്ന് പറയുമ്പോൾ അശോകയുടെയാണ്. അപ്പോൾ ആവശ്യം അതൊന്നും നോക്കണ്ട, കുത്തുബ് മിനാർ ഉണ്ട്, പിന്നെ മെഹ്റൗലി അയൺ പില്ലർ ഉണ്ട്, പിന്നെ കുവാത്തുൽ ഇസ്ലാം മോസ്ക് ഉണ്ട്. അങ്ങനെ കുറേ ഇതുള്ളത് ആണ് ഈ കുത്തുബ് കോംപ്ലക്സിൽ, ഡൽഹിയിലാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഈ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ കുത്തുബുദ്ദീൻ എന്നുള്ളതുകൊണ്ടാണ് ഈ കുത്തുബ് മിനാർ എന്നുള്ള പേര് ഇതിന് വരുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചോ? അല്ല, അതുകൊണ്ടല്ല. ഈ എന്താ പറയുക, ഖുത്ബുദ്ദീൻ ഐബക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഖ്വാജ ഖുത്ബുദ്ദീൻ ബക്തിയാർ കാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂഫി സെയിൻ്റ് ഉണ്ടായിരുന്നു. സൂഫി സെയിൻ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വെക്കണം. ഖ്വാജ മേരെ ഖ്വാജ പാട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മറ്റേ വലിയൊരു കുർത്ത പോലെ ഇതിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള ആൾക്കാരല്ലേ, അവരാ സൂഫി സെയിൻസ് പറയുമ്പോഴത്തേക്ക് ഇസ്ലാം മതത്തിലെ തന്നെ ഒരു ഗ്രൂപ്പാണ്. അവർ കുറച്ചുകൂടി എന്താ പറയുക, ഡിവോഷൻ, നമ്മുടെ ഭക്തി, നമ്മുടെ മീരാബായി ഒക്കെ ഉണ്ടല്ലോ ഭക്തി മൂവ്മെൻറ്റിൽ, അതുപോലെ കുറച്ചുകൂടെ ലവ്, ഡിവോഷൻ ത്രൂ ലവ്, അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരാണ് സൂഫി സെയിൻസ് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തിനു പറയുള്ളൂ, നമ്മുടെ ഉസ്താദ് ഹോട്ടൽ കാണിക്കുന്നുണ്ട് ഈ സൂഫി സെയിൻസിനെ, തിലകനും ദുൽഖറും കൂടി സംസാരിക്കുന്ന ആ ഒരു ഭാഗം വരുമ്പോഴത്തേക്ക്. ഓക്കെ, അവരാ സൂഫി സെയിൻസ്. ഈ ഒരു സൂഫി സെയിൻ എന്ന് പറഞ്ഞാൽ ഖുത്ബുദ്ദീൻ ബക്തിയാർ കാക്കിയുടെ
ഭയങ്കര വലിയൊരു ഡിവോട്ടി ആയിരുന്നു കുത്ബുദ്ദീൻ ഐബക്ക്. അതുകൊണ്ടാണ് കുത്ബുദ്ദീൻ ഐബക്ക് ആ ഒരു പേര് സ്വീകരിച്ചതും ഈ കുത്തബ് മിനാർ എന്നുള്ളൊരു പേര് ഈ ഒരു സ്ട്രക്ചറിന് കൊടുത്തതും. ഓക്കെ, അത് ഓർത്തിരുന്നോണം. പിന്നെ ഈ എല്ലാ രാജാക്കന്മാരുടെ കോർട്ടിലും കോർട്ടീസൻസ് ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ആളുടെ കോർട്ടിലുണ്ടായിരുന്ന ഫേമസ് ആയിട്ടുള്ളൊരു കോർട്ടീസൻ അല്ലെങ്കിൽ ഒരു കഥാകൃത്താവാം, പോയറ്റാവാം ആയിരുന്നു ഹസൻ നിസാമി. ഓർത്തിരിക്കണം, ഹസൻ നിസാമി കുത്ബുദ്ദീൻ ഐബക്കിൻ്റെ കോർട്ടിലുണ്ടായിരുന്നതാണ്. ആളാണ് താജുൽ മാസീർ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഗ്രന്ഥം എഴുതിയിരിക്കുന്നത്. ഓർത്തിരിക്കാമല്ലോ, ഹസൻ നിസാമി താജുൽ മാസീർ. ഓക്കെ, ഇയാൾ എങ്ങനെയാണ് മരിക്കണേ ചോദിച്ചു കഴിഞ്ഞാൽ, പോളോ കളിക്കുമ്പോൾ, പോളോ എന്താണെന്ന് അറിയാൻ നോക്കണം, കുതിരപ്പുറത്തിരുന്നിട്ട് വലിയൊരു ഹാമർ പോലുള്ളൊരു സാധനം ഇട്ട് തട്ടി ബോൾ ഇങ്ങനെ തട്ടി പോയി ഗോൾ അടിക്കുന്നതാണ് പോളോ പറയണത്. ആളെങ്ങനെയാണ് മരിക്കണേ ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കളിക്കണതിൻ്റെ ഇടയിൽ കുതിരയുടെ പുറത്തുനിന്ന് വീണിട്ടാണ് ആൾ മരിക്കുന്നത്. അപ്പോൾ ആളെ സക്സീഡ് ചെയ്യുന്ന ആൾ പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ സ്ലേവ് ആയിട്ടുള്ളത് തന്നെ ഇൽത്തുമിഷാണ്. ലേറ്റർ ആളുടെ മരുമകനാകുന്നുണ്ട്, പക്ഷെ എന്നാലും ആളുടെ സ്ലേവ് ആയിരുന്നു ഇൽത്തുമിഷ് ഫസ്റ്റ്. ഇത് നമ്മുടെ കുത്തുബ് കോംപ്ലക്സിൻ്റെ ഇതാണ്. ഇത് കുത്തുബ് മിനാർ അറിയാമല്ലോ. പിന്നെ കുവാത്തുൽ മുസ്ലാം മോസ്ക്. അങ്ങനെ ആളെ സക്സീഡ് ചെയ്തിട്ട് ആളുടെ മരുമകനായിട്ടുള്ള ഇൽത്തുമിഷ് വരുന്നു. ഇൽത്തുമിഷ് 1211 തൊട്ടിട്ട് 1236 CE വരെ ഭരിക്കുന്നുണ്ട് ഏകദേശം. ഈ ഒരു സമയത്ത് വേറൊരാൾ വരുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. ആരാന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാനെ നമ്മൾ പിന്നെ പറയും മുഗൾസിൻ്റെ കാര്യം വരുമ്പോൾ. അപ്പോൾ ഓർത്തിരുന്നു, ഈ ചെങ്കിസ് ഖാൻ ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് ഇൽത്തുമിഷിൻ്റെ സമയത്താണ്. പക്ഷേ ഇൽത്തുമിഷ് അത് സക്സസ്ഫുൾ ആയിട്ട് അവോയ്ഡ് ചെയ്ത് വിടും. ഒരു ഖ്വാരിസം പ്രിൻസ് ഉണ്ടാവും, ഈ ചെങ്കിസ് ഖാൻ്റെ എനിമിയായിരുന്നു. ഇയാൾ ചെങ്കിസ് ഖാൻ അറ്റാക്കിൽ നിന്ന് പേടിച്ച് ഇന്ത്യയിൽ വരും, റെഫ്യൂജി തേടിയിട്ട് എന്നെ ഒന്ന് സഹായിക്കുമോ, എന്നെ ഒന്ന് ഒളിച്ചിരിക്കാൻ സഹായിക്കുമോ ചോദിച്ചിട്ട്. അപ്പോൾ ഇൽത്തുമിഷ് പറയും പറ്റില്ല, എന്താ പറയുക, എവിടെയെങ്കിലും പോയിക്കോ, എനിക്ക് തന്നെ സഹായിക്കാൻ പറ്റില്ല, സഹായിച്ചു കഴിഞ്ഞാൽ ചെങ്കിസ് ഖാൻ വന്ന് ഞാൻ കപാടാ പറയും. അങ്ങനെ നൈസായിട്ട് ഇയാൾ ഒഴിവാക്കുന്നതിലൂടെ ഇൽത്തുമിഷ് ചെങ്കിസ് ഖാൻ്റെ അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യുക ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കണം. ചെങ്കിസ് ഖാൻ്റെ അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്തോ അല്ലെങ്കിൽ ചെങ്കിസ് ഖാൻ ഇന്ത്യയിൽ വന്നതോ എന്താ ചോദിക്കുകയാണെങ്കിൽ ഇൽത്തുമിഷിൻ്റെ ടൈം പീരീഡിലാണ്. ഇൽത്തുമിഷ് ഡൽഹി സുൽത്താനേറ്റിലെ ഫസ്റ്റ് ഡൈനാസ്റ്റി ആയിട്ടുള്ള സ്ലേവ് ഡൈനാസ്റ്റിയിലെ രണ്ടാമത്തെ റൂളറാണ്. അത് ഓർത്തിരിക്കണം കേട്ടോ. ശരി, പിന്നെ ഞാൻ വേറെ കാര്യം പറയാൻ വിട്ടുപോയി. ഈ സുൽത്താനേറ്റ് എന്ന് എന്താ പറയണതെന്ന് അറിയോ? ഇതിൽ സൈദ് നമ്മളിവിടെ പറഞ്ഞല്ലോ, ഈ നാലാമത്തെ ഡൈനാസ്റ്റി ആയിട്ടുള്ള സൈദ് ഒഴികെ ബാക്കി എല്ലാവരും ഇവരെ വിളിക്കാൻ, ഞാൻ രാജാവാണെങ്കിൽ എന്നെ സുൽത്താൻ എന്ന് വിളിക്കണം, എൻ്റെ ടൈറ്റിൽ സുൽത്താൻ എന്നാണ് ബാക്കി 4 പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൈദ് മാത്രം വേറൊരു പേരാണ് പറയണത്. അത് നമുക്ക് അങ്ങോട്ട് വരുമ്പോൾ നോക്കാം. ഈ ഒരു കോമൺ ആയിട്ട് സുൽത്താൻ എന്ന് പറഞ്ഞ പേരിൽ വിളിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ് ഇവരെ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ഇടയ്ക്കൊന്ന് ആഡ് ചെയ്തതാണ്. അങ്ങനെ ഇൽത്തുമിഷ് വരുന്നു. ഡെസ്പോസ്ഡ് ആരം ഷാ. ഈ ആരം ഷാ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പവർഫുൾ അല്ലാത്ത ഒരു ചെറിയൊരു എന്താ പറയുക, കുത്ബുദ്ദീൻ ഐബക്ക് മരിച്ചു കഴിയുമ്പോഴത്തേക്ക് അപ്പോയിൻ്റ് ചെയ്യുന്ന ഒരു ആളാണ്. ആളെ മാറ്റിയിട്ടാണ് ഇൽത്തുമിഷ് ഭരണത്തിലോട്ട് വരുന്നത്. റിയൽ ഫൗണ്ടർ ഓഫ് ടർക്കിഷ് റൂൾ ഇൻ ഇന്ത്യ. നമ്മൾ പറഞ്ഞായിരുന്നു, മറ്റേ ആൾ എസ്റ്റാബ്ലിഷ് ചെയ്തു പക്ഷേ കൺസോളിഡേറ്റ് ചെയ്തില്ല. കൺസോളിഡേറ്റ് ചെയ്യുന്നത് പിന്നെ വരുന്ന ഇൽത്തുമിഷാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുത്ബുദ്ദീൻ ഐബക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ. ഓക്കെ, പിന്നെ സേവ്ഡ് ഇന്ത്യ ഫ്രം മംഗൾ ത്രെഡ് ബൈ റെഫ്യൂജി ടു ഖ്വാരാസീം റൂളറിന് കൊടുക്കുന്നത് ഫ്രം ചെങ്കിസ് ഖാൻ. ഓക്കെ, ഖലീഫയുടെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ട്. ഖലീഫ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം മതത്തിൻ്റെ ഒരു റൂളർ, ഒരു പൊളിറ്റിക്കൽ കം റിലീജിയസ് ആയിട്ടുള്ളൊരു ലീഡറാണ്. അപ്പോൾ ഈ ആൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള 3 രാജാക്കന്മാരാണ് ഇന്ത്യയിലുള്ളത്, സുൽത്താൻസാണ് ഇന്ത്യയിലുള്ളത്. ഒരാൾ ഇൽത്തുമിഷാണ്, ഒരാൾ നമ്മളിനി പറയാൻ പോണ ഖൽജിയിലെ അലാവുദ്ദീൻ ഖിൽജിയാണ്, മൂന്നാമത്തെ ആൾ സേവ്ഡ് ഇന്ത്യ ഫ്രം മംഗൾ ത്രെഡ്. നമ്മൾ പറഞ്ഞു ചെങ്കിസ് ഖാൻ്റെ റാത്തുനിന്ന് ഖാരിസിൻ പ്രിൻസിനെ ഹെൽപ്പ് ചെയ്യാതിരിക്കുന്നതിലൂടെ എന്താ പറയുക, രക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സേവ്ഡ് ഇന്ത്യ ഫ്രം മംഗൾ ത്രെഡ് ബൈ റെഫ്യൂജി ടു ഖാസിം റൂളർ. ഓക്കെ, വിട്ടേക്ക് ചെങ്കിസ് ഖാൻ. സംഭവം മനസ്സിലായല്ലോ. ശരി, പിന്നെ നമ്മൾ ഖലീഫയുടെ കാര്യം പറഞ്ഞായിരുന്നു ആദ്യം, ഓർമ്മയുണ്ടെന്ന് വെക്കുന്നു. ഈ ഖലീഫ എന്താ പറയുക, ഐഡൻറ്റിഫൈ ചെയ്യണ റൂളേഴ്സ് ഉണ്ടാവും. ഖലീഫ ഇസ്ലാം മതത്തിൻ്റെ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ആയിട്ടുള്ള ഒരു ലീഡറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആൾ എന്താ പറയുക, ഐഡൻറ്റിഫൈ ചെയ്യണ റൂളേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇസ്ലാം മതത്തിലെ. അങ്ങനെ ഖലീഫയുടെ ഇൻവെസ്റ്റിച്ചർ കിട്ടിയ ഇന്ത്യയിൽ 3 റൂളേഴ്സാണ് ഇന്ത്യയിലുള്ളത്. ഡൽഹി സുൽത്താൻസ് ആണ് ഇന്ത്യയിലുള്ളത്. അതിനകത്ത് ആദ്യത്തെ ആളാണ് ഇൽത്തുമിഷ്. പിന്നെ രണ്ടാമത്തെ 2ഉം 3ഉം വരുന്ന ആൾക്കാർ നമ്മൾ ഇനി പറയാൻ പോകുന്ന തുഗ്ലക് ഡൈനാസ്റ്റിയിലെ 2 പേരാണ്, മുഹമ്മദ് ബിൻ തുഗ്ലക്കും ഫിറോസ് ഷാ തുഗ്ലക്കും. ഇത് നമ്മൾ അങ്ങോട്ട് വരും. ഓക്കെ, അപ്പം പ്രധാനമായിട്ടും ഖലീഫയുടെ ഇൻവെസ്റ്റിച്ചർ കിട്ടിയ 3 ഡൽഹി സുൽത്താൻസ് ആണുള്ളത്. ഇൽത്തുമിഷ്, മുഹമ്മദ് ബിൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്. ഈ തുഗ്ലക്കുമാരെ നമുക്ക് പിന്നെ നോക്കാം. ഇപ്പോൾ ഇൽത്തുമിഷ്. ഓക്കെ, ശരി. പിന്നെ ഇൽത്തുമിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സിസ്റ്റമാണ് ഇക്താദാരി സിസ്റ്റം. ഇക്ത പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
നോൺ ഹെറിഡിറ്ററി ആയിട്ടുള്ള ഒരു ലാൻഡ് പാഴ്സൽ കൊടുക്കുന്ന സിസ്റ്റം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു 10 ഏക്കർ സ്ഥലം ഒരു ഒഫീഷ്യലിന് കൊടുക്കാമെന്ന് വെക്കുക. 10 ഏക്കർ സ്ഥലത്തിനകത്ത് കൃഷി ചെയ്യാം, ട്രേഡിന് കൊടുക്കാം, എന്ത് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾ കൊടുക്കുന്നതിലൂടി ഈ പറയുന്ന ഒഫീഷ്യലിന് ഇത്രയും ശതമാനം ഇത്ര ഒരു റെന്റ് കിട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ഒരു കൃഷി ചെയ്തതിൻ്റെ ഒരു വിഹിതം കിട്ടുന്നുണ്ടാവും. ആ വിഹിതത്തിനകത്തുനിന്ന് അല്ലെങ്കിൽ ആ കിട്ടുന്ന പൈസക്കകത്തുനിന്ന് ആളുടെ ചെലവിനുള്ള കാര്യങ്ങൾ നോക്കി നടത്തിക്കണം, കുറച്ച് രാജാവിനും കൊടുക്കണം. ഈ ഒരു സിസ്റ്റമാണ് ഇക്താദാരി സിസ്റ്റം. ഇക്ത നോൺ ഹെറിഡിറ്ററി ആണ് ആൻഡ് ട്രാൻസ്ഫറബിൾ. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാധനമേ ഉള്ളൂ. ഹെറിഡിറ്ററി ആയിട്ട് തലമുറകളോട് കൈമാറി പോകാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കറപ്ഷൻ വരും. കാരണം എനിക്കത് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കത് കിട്ടുന്ന അറിയാമെങ്കിൽ ഞാൻ അതിന് പണിയെടുക്കില്ല, അപ്പം ഞാൻ കറപ്റ്റഡ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അത് നോൺ ഹെറിഡിറ്ററി ആക്കി. ഇപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ രാജാവിന് എൻ്റെ കയ്യിലുള്ള ഇക്തയെടുത്ത് വേറൊരാൾക്ക് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഗവേണൻസ് സ്ട്രോങ് ആക്കി. ഓക്കെ. പിന്നെ ആൾ കൊണ്ടുവന്ന വേറൊരു സിസ്റ്റമാണ് ചഹൽഗനി സിസ്റ്റം പറഞ്ഞിട്ട്. ചഹൽഗനി സിസ്റ്റം പറയുമ്പോഴത്തേക്ക് 40 നോബിൾസിൻ്റെ ഒരു ഗ്രൂപ്പാണ്. നോബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, പൈസക്കാർ. അന്ന് കൊട്ടാരത്തിൽ അല്ലെങ്കിൽ രാജാവുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കണ പ്രധാനമായിട്ടുള്ള മെയിനായിട്ടുള്ള 40 പൈസ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, അവരെ നോബിൾസ് പറയണം. ഈ 40 നോബിൾസിൻ്റെ ഒരു ഗ്രൂപ്പാണ് ചഹൽഗനി. പിന്നെ ഈ ചഹൽഗനിക്ക് പറഞ്ഞ ഇഷ്യൂ എന്താ വെച്ച് കഴിഞ്ഞാൽ, രാജാവിന് വരെ ചഹൽഗനി കാര്യങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങി. രാജാവിന് ഒരു റോളും ഇല്ലാണ്ടായി. ഓക്കെ. അപ്പം ഈ എന്താ പറയുക, ഇൽത്തുമിഷ് കൊണ്ടുവന്ന പ്രധാനമായിട്ടുള്ള 2 കാര്യമാണ് ഇക്ത സിസ്റ്റോ ചഹൽഗനി. ഇക്ത ഓർത്തിരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇക്ത ഇൽത്തുമിഷ് അപ്പോൾ ഇൽത്തുമിഷാണ് ഇക്ത കൊണ്ടുവന്നത്. അതിനൊപ്പം ഇൽത്തുമിഷ് ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്, ചഹൽഗനി സിസ്റ്റം കൂടി കൊണ്ടുവരുന്നുണ്ട്. ആൾ കുറച്ചുകൂടി പവർ കോൺസോളിഡേറ്റ് ചെയ്തു, സെൻട്രലൈസ് ചെയ്തു. നമ്മൾ ആദ്യം പറഞ്ഞു. അപ്പോൾ സെൻട്രലൈസ് ചെയ്യാനായിട്ട് എന്ത് വേണം? സെൻട്രലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം തന്നെ നോക്കി നോക്കുക. ഇന്ത്യയുടെ കാര്യത്തിൽ സെൻറ്റർ നമ്മുടെ യൂണിയൻ ഗവൺമെൻറ് ഉണ്ട്. യൂണിയൻ ഗവൺമെൻറ് മെയിൻ അവർ പാർലമെൻറ്റ് തീരുമാനിക്കുന്നു, സ്റ്റേറ്റിലോട്ട് വിടുന്നു, സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റിലോട്ട് വിടുന്നു. അപ്പോൾ ബേസിക്കലി അതൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. അതുപോലെ തന്നെ സെൻട്രൽ കൺട്രോൾ കൊണ്ടുവരാനായിട്ട് ഇൽത്തുമിഷ് കുറച്ച് ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദിവാനി വിസാരത്ത്, ഫിനാൻസ് മിനിസ്റ്റർ, അന്നത്തെ കാലത്തെ ഫിനാൻസ് മിനിസ്റ്ററാണ്, അല്ലെങ്കിൽ നിർമ്മല സീതാരാമനാണ് ദിവാനി വിസാരത്ത്. പിന്നെ കൊണ്ടുവന്നു ദിവാനി അർസ്, മിലിറ്ററി. പിന്നെ ബരീദ്, ഇൻ്റലിജൻസ്. ഇതൊന്ന് ഓർത്തിരിക്കണം. ഓക്കെ. ഞാൻ കുറേ ഇത് പഠിക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ഗിങ്കോട്സ് ബാങ്ക് അറിയായിരിക്കും, ഹാരി പോട്ടർ കാണുന്നവർക്കറിയാം. അതിൽ ഗിങ്കോട്സ് ബാങ്കിൻ്റെ വിസാർഡ്സ് അവിടെ ഇരിക്കണം. വിസാർഡ്സ് അല്ല അവിടെ ഇരിക്കേണ്ടത്, ഗോബ്ലിൻസ് ആണ്. പക്ഷേ എന്നാലും മാജിക് അറിയണ വിസാർഡ്സ്. അപ്പോൾ ഫിനാൻസ് അല്ലേ, ബാങ്കും ഫിനാൻസും. അപ്പോൾ അങ്ങനെ ദിവാനി വിചാരത്ത് പറയുമ്പോഴത്തേക്ക് ഫിനാൻസ് ഞാൻ അങ്ങനെ റിലേറ്റ് ചെയ്ത് വെച്ചിരിക്കണേ. പിന്നെ ദിവാനി പ്രത്യേകിച്ച് ഒന്നുമില്ല, അത് കാണാപ്പാടം പഠിച്ച് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ബാക്കിയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവും. പിന്നെ ബരീദ്, ഇൻ്റലിജൻസ്. ഓക്കെ. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, IB, ഇപ്പോൾ ഇൻ്റലിജൻസ് ബ്യൂറോ, അതുപോലുള്ള എന്താ പറയുക, എസ്പിയോണേജ് സിസ്റ്റത്തിനാണ് ഈ ഇൻ്റലിജൻസ് പറയുന്നത്. ഓക്കെ. ബരീദ് ഇൻ്റലിജൻസ്. ആള് കൊണ്ടുവരുന്ന കുറച്ച് കോയിൻസ് ഉണ്ട്. ഓക്കെ. ആൾ കൊണ്ടുവരാൻ വെച്ച് കഴിഞ്ഞാൽ അതുവരെ ബാർട്ടർ സിസ്റ്റം ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുത്തതിന് പകരം എന്തെങ്കിലും വാങ്ങിക്കുന്ന ഒരു സിസ്റ്റം ആയിരിക്കാം ഉണ്ടായിരുന്നത്. അപ്പോൾ ആൾ പൈസ കൊടുത്ത സാധനങ്ങൾ മേടിക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരുന്നു ഫസ്റ്റ് കൊണ്ടുവരുന്ന ആളാണ് നല്ല ഉദ്ദേശിക്കണേ. പക്ഷെ ആൾ കൊണ്ടുവരുന്ന കോയിൻസിൻ്റെ പേരാണ് സിൽവർ ആണെങ്കിൽ ടങ്ക ആൻഡ് കോപ്പർ ജിത്തൽ. ഇത് ഓർത്തിരുന്നു, കാരണം ഇത് കുറേ സ്ഥലത്ത് വരുന്നുണ്ട്. സിൽവർ പറഞ്ഞത് ടങ്ക ആയിരിക്കും, കോപ്പർ കോയിൻ ആണെങ്കിൽ അത് ജിത്തലായിരിക്കും. അത് ഓർത്തിരിക്കണം കേട്ടോ. ശരി. ഫസ്റ്റ് റൂളർ ടു ഡൂ സോ. അങ്ങനെ കോയിൻസും ഇങ്ങനത്തെ സിൽവർ ടങ്കയും കോപ്പർ ജിത്തലും കൊണ്ടുവരുന്ന ഫസ്റ്റ് റൂളർ, ഇന്ത്യയിലെ ഫസ്റ്റ് റൂളർ ഇൽത്തുമിഷാണ്. ഓക്കെ. പിന്നെ ചഹൽഗനിയുടെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു കേട്ടോ. കുത്തുമിനാർ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു, എന്താ പറയുക, ഇടിയും മിന്നലും ഏറ്റ് കുത്തുമിനാറിന് പ്രശ്നമുണ്ടായി, കുറച്ച് പൊളിഞ്ഞു വീഴുന്നുണ്ട്. പിന്നെ അത് എന്താ പറയുക, റീസ്ട്രക്ചർ ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ ഫിറോസ് ഷാ തുഗ്ലക്ക്. അത് ഞാൻ പറഞ്ഞായിരുന്നു ആദ്യം. അപ്പോൾ കുത്തുമിനാർ 1, 2 നിലയായിട്ട് പണിഞ്ഞങ്ങ് നിർത്തുന്നത് ഇയാളാണ്. ഇൽത്തുമിഷ് 2ാമത്തെ നിലയായിട്ട് കുത്തുമിനാർ അങ്ങ് പണിഞ്ഞ് നിർത്തും. പിന്നെ ആൾ സ്വന്തം ശവകുടീരം ഉണ്ടാക്കി വെച്ചിട്ടാണ് ആൾ മരിച്ചു പോകുന്നത്. അത് ഡൽഹിയിൽ തന്നെയാണ്. പിന്നെ ആൾ ചെയ്യുന്നൊരു റെവല്യൂഷണറി ആയിട്ടുള്ളൊരു ആക്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആളുടെ മകളായിട്ടുള്ള റസിയ സുൽത്താന, ഈ ഒരു കുട്ടീനെ ആളുടെ എന്താ പറയുക, പിന്നത്തെ അടുത്ത രാജ്ഞിയായിട്ട് പറഞ്ഞിട്ടാണ് ആൾ മരിച്ചു പോകുന്നത്. അങ്ങനെ ബേസിക്കലി റസിയ സുൽത്താന രാജ്ഞിയാവുകയാണ്. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ഈ ചഹൽഗനി പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് നോബിൾസ് ആണ്. നോബിൾസിന് ഭയങ്കരമായിട്ട് ചൊറി, റസിയനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ തന്നെ, ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ചൊറി. പക്ഷേ രാജാവ് പറയണല്ലോ, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ റസിയ സുൽത്താന എന്താ പറയുക, ക്വീനായിട്ട് കയറുകയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ആൾ റസിയ സുൽത്താനെന്നേ പേരെടുത്തിട്ടുള്ളൂ.
നമ്മളത് പറയാനുള്ള എളുപ്പത്തിന് റസിയ സുൽത്താന സുൽത്താന പെണ്ണായതുകൊണ്ട് ഡെഫിനറ്റ്ലി ഫെമിനൈൻ ആക്കുകയാണ്. സുൽത്താന എന്ന് പറഞ്ഞ് സുൽത്താന ആയതാണ്. പക്ഷേ റസിയ സുൽത്താൻ തന്നെയാണ് ആളുടെ പേര്. ഓക്കെ. അപ്പോൾ പിന്നെ ഈ ഈ ഒരു വ്യക്തിയാണ് ദ ഫസ്റ്റ് ആൻഡ് ഒൺലി ഫീമെയിൽ റൂളർ ടു സിറ്റ് ഇൻ ഡൽഹി ത്രോൺ. ഓക്കെ. ഇപ്പോൾ വേറെ കുറേ കാശ്മീരിലൊക്കെ ആണെങ്കിൽ ഒരു ക്വീൻ ടിഡ വരുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടി നമ്മുടെ സൗത്തിലോട്ട് വരികയാണെങ്കിൽ ലക്ഷ്മിബായി ഉണ്ട്. പക്ഷേ ഇവിടെ എന്താ പറയുക, ദ ഓൺലി ഫീമെയിൽ റൂളർ ടു സിറ്റ് ഓൺ ഡൽഹി ത്രോൺ ഇസ് റസിയ സുൽത്താൻ. ഓക്കെ. ആൾ കുറച്ച് കാലേ ഭരിക്കുന്നുള്ളൂ. 4 കൊല്ലം ആൾ ഭരിച്ചിട്ടുള്ളൂ. ഒന്നുമില്ല. എന്തായിരിക്കും പ്രശ്നം? ഈ നോബിൾസ് ആൾക്ക് അഗെയിൻസ്റ്റ് റിവോൾട്ട് ചെയ്യും സ്വാഭാവികമായിട്ടും. അത്രേ ഉള്ളൂ. ആൾ പർദ്ദയും അല്ലെങ്കിൽ എന്താ പറയുക, പെൺകുട്ടികളായ ഇങ്ങനെ പർദ്ദ ധരിക്കണം, കണ്ണ് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ, ആ ഒരു സിസ്റ്റത്തിനൊക്കെ ആൾ പറ്റില്ല പറഞ്ഞ ആൾ പ്രോപ്പറായിട്ട് എന്താ പറയുക റൂൾ ചെയ്യാൻ തുടങ്ങി. ഓക്കെ. ചഹൽഗിനി. ഈ ചഹൽഗിനി പറഞ്ഞാൽ നോബിൾസാണ് പറഞ്ഞു. നോബിൾസിന് അല്ലേ എന്താ പറയുക ചൊറിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ആളെ അപ്പോയിൻറ്റ് ചെയ്തത്. അപ്പോൾ ഡെഫിനറ്റ്ലി ചഹൽഗിനി ആൾക്കെതിരെ റിവോൾട്ട് ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്തു, ആൾ ചഹൽഗിനിയുടെ ഡൊമിനൻസ് കുറയ്ക്കാൻ നോക്കി. ഓക്കെ. കുറച്ചുകൂടെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അതോറിറ്റി കൊണ്ടുവരാൻ നോക്കി. കിങ്ങിന് കൂടുതൽ പവർ, ക്വീനിന് കൂടുതൽ പവർ കിട്ടുന്ന പോലെ ആൾ സിസ്റ്റം ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി. ആൾ മെറിറ്റ് ബേസ്ഡ് അപ്പോയിൻമെൻറ്റ്സ് നടത്തി. പണ്ടത്തെ കാലത്ത് രാജാക്കന്മാർ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഇതുപോലെ UPSC അല്ലെങ്കിൽ PSC ഒക്കെ എക്സാം നടത്തിയിട്ട് അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്നതല്ല. പവറുള്ള ആൾക്കാർ, മിക്കവാറും നോബൽ ഫാമിലിയിലെ ആൾക്കാർ തന്നെ കയറുന്നു. കാരണം അവർക്ക് പവറുണ്ട്, രാജാവുമായിട്ട് കുറച്ചുകൂടി കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, രാജാവ് അവരെ ആക്കുന്നു. പക്ഷേ ഇവിടെ മെറിറ്റ് ബേസ്ഡ് അപ്പോയിൻമെൻറ്റ്സ് നടത്താൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ പ്രോപ്പറായിട്ടുള്ള എക്സാമും കാര്യങ്ങളും OMR ഷീറ്റും ഒന്നും ആയിരിക്കില്ല അന്നത്തെ കാലത്ത്. ഇപ്പോൾ പട്ടാളക്കാരാവണമെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഫിസിക്കലായിട്ടുള്ള ടെസ്റ്റ് ഉണ്ടാവും, ചിലപ്പോൾ ഓടണമായിരിക്കും, ചാടി കയറണമായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക ഈ അമ്പ ചെയ്യുന്ന പ്രോപ്പറായിട്ട് കിട്ടണമായിരിക്കും. ഇതൊക്കെ ആയിരിക്കും അന്നത്തെ ടെസ്റ്റ്. അപ്പോൾ എന്തായാലും മെറിറ്റ് ബേസ്ഡ് അപ്പോയിൻമെൻറ്റ്സ് നടത്താൻ തുടങ്ങിയ ആൾ. അതുപോലെ ഓപ്പൺ കോർട്ട് നടത്താൻ തുടങ്ങി. എല്ലാവർക്കും കയറാൻ പാടും, ആർക്ക് വേണമെങ്കിൽ വരാം. ലൈക്ക് എന്ന് പറഞ്ഞാൽ ഈ സീക്രട്ടായിട്ടുള്ള രാജ്ഞിയുടെ എന്താ പറയുക ഇതൊരു ഡിസ്കഷൻ നമ്മുടെ പാർലമെൻറ്റ് കൂടുന്നതാണല്ലോ ഇവർ ഈ കോർട്ടെന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് കോർട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റിസ് സിസ്റ്റം വെക്കരുത്. പാർലമെൻറ്റ് കൂടി നിയമങ്ങൾ തീരുമാനിക്കുന്ന പോലെ തന്നെ അന്നത്തെ കാലത്ത് രാജാക്കന്മാർ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്ന എല്ലാ ആൾക്കാരോട് കോർട്ടിൽ കൂടുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു. അപ്പം ആർക്ക് വേണമെങ്കിൽ കോർട്ടിൽ വന്ന് കാര്യങ്ങൾ പറയാനുള്ളൊരു സിസ്റ്റം റസിയ സുൽത്താൻ കൊണ്ടുവരുന്നു. ഓക്കെ. അങ്ങനെ റസിയ സുൽത്താനയുടെ ഭരണപരിഷ്കാരം കൊണ്ട് പൊറുതിമുട്ടി ചഹൽഗനി റിവോൾട്ട് ചെയ്യുകയാണ്. അത് റിവോൾട്ട് ചെയ്യാനുള്ള പ്രധാന കാരണം ആളൊരു പെണ്ണായതുകൊണ്ടാണ്. ഓക്കെ. ശരി. അത് കഴിഞ്ഞിട്ട് റസിയ സുൽത്താനെ ഒരു യുദ്ധത്തിൽ മരിച്ചുപോയി എന്നാണ് പറയുന്നത്. പക്ഷേ വെറുതെയാണ്, അത് കൊന്നതാന്ന് തന്നെയാണ് പറയുന്നത് ഈ ഒരു ചഹൽഗനിയുടെ ഗ്രൂപ്പ്. ഓക്കെ. അങ്ങനെ റസിയ സുൽത്താൻ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് വേറൊരാളുടെ ഇടയിൽ വരുന്നുണ്ട്. പക്ഷേ ആൾക്ക് വലിയ പ്രൊമിനൻസ് ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന ആളാണ് ബൽബാൻ. ഇപ്പോൾ കണ്ടോ 1240 കഴിഞ്ഞിട്ട് 1266 ഇടയിൽ കുറേ ചെറിയ ചെറിയ റൂളേഴ്സ് വരുന്നുണ്ട്. പക്ഷേ അവർക്കൊന്നും വലിയ പ്രൊമിനൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളത് ഇൻക്ലൂഡ് ചെയ്യാത്തത്. അങ്ങനെ ചഹൽഗനി റിവോൾട്ട് ചെയ്യണു. റസിയ സുൽത്താന മരിച്ചു പോവുകയാണ് യുദ്ധത്തിൽ. ഓക്കെ. ശരി. അടുത്തത് അത് കഴിഞ്ഞിട്ട് 2-3 ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ അവരൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളല്ല. ഇപ്പോൾ എന്താ പറയുക, ഈ നസ്രുദ്ദീൻ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൽത്തുമിഷിൻ്റെ ഗ്രാൻഡ് ആണ് റസിയ സുൽത്താന കഴിഞ്ഞ് രണ്ടാമത് വരുന്നത്. അപ്പോൾ ആൾ ചെറുതായിരിക്കും. അപ്പോൾ ആൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ പ്രൈം മിനിസ്റ്ററിൻ്റെ അന്നത്തെ പേരാണ് നൈബി മംലക്കത്ത്. ഈ നൈബി മംലക്കത്ത് ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ബൽബാൻ. ഓക്കെ. അങ്ങനെ നസ്രുദ്ദീനെ പതുക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ആൾ ഭരണത്തിൽ കയറുകയാണ്. ബൽബാൻ ഭരണത്തിൽ കയറുന്നു. മറക്കരുത് കേട്ടോ, ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കണം. ബൽബാൻ കുറച്ച് മെയിനായിട്ടുള്ള ഒരാളാണ്. ഓക്കെ. ഈ ബൽബാൻ ഇൽത്തുമിഷിൻ്റെ സ്ലേവ് ആയിരുന്നു. അപ്പോൾ കുത്ബുദ്ദീൻ ഐബക്ക് ആരുടെ സ്ലേവ് ആയിരുന്നു? ഘോരിയുടെ സ്ലേവ് ആയിരുന്നു. കുത്ബുദ്ദീൻ ഐബക്കിൻ്റെ സ്ലേവ് ആയിരുന്നു ഇൽത്തുമിഷിൻ്റെ സ്ലേവാണ് ബൽബാൻ. ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി എന്ന് വെക്കണം. ഓക്കെ. അപ്പോൾ നസ്രുദ്ദീൻ മുഹമ്മദിനെ പതുക്കെ അങ്ങോട്ട് മാറ്റി ബൽബാൻ ഭരണത്തിൽ കയറുന്നു. ഓക്കെ. ഈ ബൽബാൻ നല്ലൊരു അടിപൊളിയായിട്ടൊരു റൂളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവേണൻസ് വൈസ് ആൾ അടിപൊളിയായിരുന്നു. ഭരണം വൈസ് ആൾ അടിപൊളിയായിരുന്നു. ബാക്കിയുള്ള കാര്യത്തിലൊന്നും ആൾ അടിപൊളിയല്ല. ഭയങ്കര റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു കിങ് ആയിരുന്നു. പക്ഷേ ആൾ കുറേ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കൊണ്ടുവന്നു. അതൊക്കെ കുറച്ച് അടിപൊളിയായിരുന്നു. അതുപോലെ ആളുടെ ജസ്റ്റിസ് ഭയങ്കര പക്കയായിരുന്നു. മുഖം നോക്കാണ്ട് ആൾ നടപടി എടുക്കായിരുന്നു. അതുകൊണ്ട് ആളുടെ പോളിസീനെ പറയുന്നതാണ് ബ്ലഡ് ആൻഡ് അയൺ പോളിസി എന്ന് പറഞ്ഞാൽ ഇമ്പാർഷ്യലാണ്. ആര് ചെയ്താലും എല്ലാവർക്കും ശിക്ഷ ഒരേപോലെ തന്നെ. ഓക്കെ. അപ്പോൾ ബ്ലഡ് ആൻഡ് അയൺ പോളിസി ഇന്ത്യൻ മെഡീവൽ ഹിസ്റ്ററിയിൽ ആരുടെ പോളിസിയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ബൽബാൻ്റെ. മറക്കാൻ പാടില്ല. ആലോചിച്ചാൽ മതി. അയണിന് ഭയങ്കര ബലമാണ്. സോ ബൽബാൻ ആലോചിച്ച് വെച്ചാൽ മതി. അതുപോലെ തന്നെ ആൾ അഡ്മിനിസ്ട്രേറ്റീവ് വൈസ് പുളിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മംഗോൾ ത്രെഡ്സിനെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ത്രെഡിനെ കുറേ ആൾ കൺട്രോൾ ചെയ്തു. ഈ ഇൻറ്റേർണൽ ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? നോബിൾസിൻ്റെ ത്രെഡ് തന്നെ. ഈ ബൽബാൻ ചഹൽഗനിയിലെ ഇൽത്തുമിഷിൻ്റെ ചഹൽഗനിയാണ് 40 ആൾക്കാരിൽ ഒരാളായിരുന്നു. ബൽബാൻ ആദ്യം എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ബൽബാൻ അറിയാം ഞങ്ങളുടെ സ്വന്തം പ്രശ്നം എന്തൊക്കെയാണെന്ന് അറിയാം. ബൽബാൻ എന്ത് ചെയ്തു? ബൽബാൻ ഭരണത്തിൽ കയറി ചഹൽഗനീനെ പിരിച്ചു വിട്ടു. അപ്പോൾ പിന്നെ റിവോൾട്ട് ചെയ്യുന്ന ആൾക്കാരില്ലല്ലോ. അതാണ് ഈ സക്സസ്ഫുള്ളി ഇൻറ്റേർണൽ ത്രെഡ്സ് അവോയ്ഡ് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്.
ശരി. പിന്നെ ഇയാൾ ഞാൻ പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവ് വൈസ് അടിപൊളിയായിരുന്നു. അല്ലാണ്ട് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ തിയറി ഓഫ് കിങ്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാജാവിൻ്റെ എന്താ പറയുക നിഴലാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. സിൽ ഇലാഹി. ഓക്കെ. ഗോഡ് ഷാഡോ. ഞാൻ രാജാവിൻ്റെ നിഴലാണ്. ഇത് ഓർത്തിരിക്കെ ഇലാഹി പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് എന്നാണ് മീനിങ്. ഓക്കെ. ഇലാഹി പറഞ്ഞാൽ ഗോഡ്, സിൽ പറഞ്ഞാൽ ഷാഡോ. ഇനി വേറൊരു ഇലാഹി വരുന്നുണ്ട്. അത് വെച്ച് കൺഫ്യൂസ്ഡ് ആക്കരുത്. അത് മുഗളിൻ്റെ സമയത്ത് അക്ബറിൻ്റെ സമയത്ത് നമ്മൾ പറയും. ഇപ്പോൾ ജിൻ ഇലാഹി പറഞ്ഞു കഴിഞ്ഞാൽ ഷാഡോ ഓഫ് ഗോഡ്. അത്രേ ഉള്ളൂ. ഇലാഹി പറഞ്ഞാൽ ഗോഡ് ഓർത്തിരുന്നു. നമുക്കത് ആ ഒരു ടേം വെച്ചിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എക്സാമിനൊക്കെ. ഓക്കെ. പിന്നെ ആൾ കൊണ്ടുവന്ന വേറൊരു സംഭവമാണ് സജ്ദ ആൻഡ് പൈബൂസ്. ഇത് ഓർത്തിരിക്കണം. ഇത് കൊണ്ടുവന്ന ആരാ ചോദിച്ചു കഴിഞ്ഞാൽ ബൽബാൻ. ഇതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രാജാവിനെ കാണുമ്പോഴത്തേക്ക് നമ്മളങ്ങ് നമസ്കരിക്കണം എന്നുള്ളത് ഒന്ന്. പിന്നെ രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിൻ്റെ കാലിൽ ഉമ്മ കൊടുക്കണം. ഇതാണ് ഈ 2 സാധനങ്ങൾ. ഇതൊക്കെ കുറച്ച് എന്താ പറയുക ഒരു സുഖമില്ലാത്ത കാര്യങ്ങളല്ലേ. ഇതൊക്കെ ആൾ കൊണ്ടുവന്നു. അതുപോലെ ആൾ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സംഭവമാണ് പേർഷ്യൻ ഫെസ്റ്റിവൽ ആയിട്ടുള്ള നവറോസ്. നവറോസ് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഇയർ ആണ് പേർഷ്യയിലെ. അത് ഇന്ത്യയിൽ ആൾ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ. അത് ഇന്ത്യയിൽ കൊണ്ടുവരുന്നേ ഉള്ളൂ. അല്ലാണ്ട് ആളല്ല കണ്ടുപിടിക്കണേ. ഇന്ത്യയിൽ കൊണ്ടുവരണം അത്രേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയായിരുന്നു ബ്ലഡ് ആൻഡ് പോളിസി പറഞ്ഞാലും ഈ സിൽ ഇലാഹി പറഞ്ഞാലും സജ്ദ പൈബോസ് പറഞ്ഞാലും നവറോസ് പറഞ്ഞാലും അതൊക്കെ ബൽബാനാണ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. ഓക്കെ. നമ്മൾ ചഹൽഗനീനെ ക്രഷ് ചെയ്ത കാര്യം പറഞ്ഞു. വീണ്ടും സെൻട്രൽ അതോറിറ്റീനെ റീസ്റ്റോർ ചെയ്യുകയാണ്. ഓക്കെ. എസ്പിയോണേജ് സിസ്റ്റം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ. ഇൻ്റലിജൻസ് സിസ്റ്റത്തിൻ്റെ പേരും ബരീദ് എന്നാണ്. അത് കൊണ്ടുവന്ന ആരായിരുന്നു പറഞ്ഞത്? ഇൽത്തുമിഷ്. അപ്പോൾ ബരീദ് സിസ്റ്റത്തിനെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കണം. ചഹൽഗനീനെ ക്രഷ് ചെയ്ത കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെന്താ ഈ ജസ്റ്റ് ചഹൽഗനിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇൽത്തുമിഷ് ചഹൽഗനീനെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഇൽത്തുമിഷ് അപ്പോയിൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് കുറച്ച് പ്രൊമനൻസിൽ കയറി വരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് റസിയ വരുമ്പോഴത്തേക്ക് എന്താ ഉണ്ടാവുന്നത്? ചഹൽഗനീൻ്റെ സെൻട്രൽ അതോറിറ്റി താഴെ പോണു. എന്നിട്ട് റസിയനെ കൊന്നു കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ചഹൽഗനി കയറി വരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബൽബാൻ കയറി പിരിച്ചു വിടുന്നു. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു റോളർ കോസ്റ്റർ പോലെ ഈ ചഹൽഗനിയുടെ പ്രൊമനൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. പിന്നെ ആൾ നമ്മൾ പറഞ്ഞു ബരീഡ് സിസ്റ്റം, ഇൻ്റലിജൻസ് സിസ്റ്റം ഇൽത്തുമിഷ് കൊണ്ടുവന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കുന്നുണ്ട്. പിന്നെ ദിവാനി അർസ് നമ്മൾ മിലിറ്ററി, വിസാരത്ത് ഫിനാൻസ്. വിസാരത്ത് മറ്റേ കിങ്കോട്ട് ബാങ്കിൻ്റെ കാര്യം പണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇൽത്തുമിഷ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്. ഇതിനെ രണ്ടിനെ സെപ്പറേറ്റ് ചെയ്ത് 2 എൻറ്റിറ്റീസ് ആക്കി മാറ്റുന്നുണ്ട്. ആര്? ബൽബാൻ. ഓക്കെ. പിന്നെ ഇയാളുടെ കോർട്ടിലുണ്ടായിരുന്ന ഫേമസ് ആയിട്ടുള്ളൊരു മ്യൂസീഷ്യൻ ആയിരുന്നു അമീർ ഖുസ്രോ. ഓർത്തിരിക്കണം. ഈ അമീർ ഖുസ്രോനെ പറഞ്ഞിരുന്ന വേറൊരു പേരാണ് ടുട്ടി ഇ ഹിന്ദ്. ഹിന്ദ് പറഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു ഇന്ത്യ. നമ്മൾ ആദ്യം പറഞ്ഞു. ടുട്ടി പറഞ്ഞ പാരറ്റ് ഓഫ് ഇന്ത്യ. അതാണ് അമീർ ഖുസ്രോ. അമീർ ഖുസ്രോനെ ചില ആൾക്കാർ പറയുന്നുണ്ട് അമീർ ഖുസ്രോ അത് സ്വയം പറഞ്ഞതാണ്. ചില സ്ഥലത്ത് അത് പറയുന്നുണ്ട് അലാവുദ്ദീൻ ഖിൽജി പറഞ്ഞതെന്നുള്ളത്. ഓക്കെ. അപ്പോൾ എന്തായാലും ടുട്ടി ഇ ഹിന്ദ് എന്ന് പറഞ്ഞാൽ അമീർ ഖുസ്രോ ആണ്. ഈ അമീർ ഖുസ്രോ ഇയാളുടെ കോർട്ടിലായിരുന്നു. പിന്നെ ഒരു കാര്യം നോക്കണം. അമീർ ഖുസ്രോ കുറേ ആൾക്കാരുടെ കോർട്ടിലുണ്ടായിരുന്നു. കാരണം ആൾ കുറേ കാലം ജീവിച്ചിരുന്നതുകൊണ്ട് തന്നെ ഏകദേശം ഈ ഒരു സമയം തുടങ്ങി മിക്കവാറും ഉള്ള ഡൽഹി ഡൈനാസ്റ്റിയിലെ മിക്കവാറും ഉള്ള ആൾക്കാരുടെ എല്ലാം കോർട്ടിൽ അയാൾ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ശരി. ഈ അമീർ ഖുസ്രോ ആണ് സിത്താർ കണ്ടുപിടിക്കുന്നത്. സിത്താർ കണ്ടിട്ടുണ്ടാവും. വീണ പോലെ ഭയങ്കര ചെറുതായിട്ടുള്ള ഒരെണ്ണം. അത് കണ്ടുപിടിച്ചത് ഇയാളാണ് അമീർ ഖുസ്രോ. ഓക്കെ. ശരി. മാമലുക് സുൽത്താനേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഇത്രയും ഭാഗത്തായിരുന്നു. അന്നത്തെ കാലത്ത് ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ നീണ്ട് കിടക്കുന്ന ഒരു സാധനമാണ്. അപ്പം ഇത്രയും വലിയൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇത്ര എക്സ്റ്റെൻഡ് ചെയ്തൊരു സംഭവമായിരുന്നു ഇന്ത്യ. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഈ 1287 കഴിഞ്ഞ് 1290 വരെ വേറെ കുറേ റൂളേഴ്സ് ഉണ്ട്. പക്ഷെ അവരൊന്നും പ്രൊമിനൻ്റ് അല്ല. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോലും ഉള്ള ഇമ്പോർട്ടൻസ് ഉള്ള ആൾക്കാരല്ല. അവർ വരുന്നു, ഭരിക്കുന്നു, പോകുന്നു. അല്ലാണ്ട് അവരുടെ സമയത്ത് പ്രത്യേകിച്ചായിട്ടൊരു കാര്യം ഉണ്ടാവുമോ? അങ്ങനെയൊന്നുമില്ല. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 1290 ടു 1320. ഓക്കെ. 1290 അങ്ങനെ ആര്? ജലാലുദ്ദീൻ ഖിൽജി ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ഇന്ത്യയിൽ. ഓക്കെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് ഷോർട്ടസ്റ്റ് റെയിനിങ് ആയിട്ടുള്ള ഡൈനാസ്റ്റി. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു 30 കൊല്ലം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത്. ശരി. ഈ അലാവുദ്ദീൻ ഖിൽജിയുടെ ഫസ്റ്റ് വരുന്നത് ജലാലുദ്ദീൻ ഖിൽജി എന്ന് പറഞ്ഞിട്ടൊരു ആളാണ്. ഇതിൻ്റെ ഫൗണ്ടർ ജലാലുദ്ദീൻ ഖിൽജി. ആൾ കുറച്ചൊക്കെ റിലീജിയസ്ലി ടോളറൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ജലാലുദ്ദീൻ ഖിൽജി. അല്ലാണ്ട് പ്രത്യേകിച്ച് ആളെ പറ്റി പറയാനായിട്ട് അങ്ങനെ ഒരുപാടൊന്നുമില്ല. കുറച്ച് നല്ല റിലീജിയസ്ലി ടോളറൻ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് നല്ല റിഫോംസ് ഒക്കെ ആൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെയുള്ളൂ. ഇയാളുടെ മരുമകനായിരുന്നു ആര്? അലാവുദ്ദീൻ ഖിൽജി. ഈ അലാവുദ്ദീൻ ഖിൽജിനെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. പത്മാവതം എന്ന് പറഞ്ഞ മൂവിയിൽ ദീപിക പടുക്കോൺ ഷാഹിദ് കപൂർ കൂടിയിട്ടുള്ള മൂവിയിൽ ആരായിട്ട് വരണത്? വില്ലനാണ് അലാവുദ്ദീൻ ഖിൽജി. രൺവീർ സിംഗ് വില്ലനായിട്ട് വരണത്. ഓക്കെ. അപ്പോൾ ആളുടെ മരുമകനായിരുന്നു അലാവുദ്ദീൻ ഖിൽജി.
ഈ അലാവുദ്ദീൻ ഖിൽജിനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പത്മാവത് ദീപിക പദുക്കോൺ, ഷാഹിദ് കപൂർ സിനിമയിൽ വില്ലനായിട്ട് വരുന്ന രൺവീർ സിംഗ് അലാവുദ്ദീൻ ഖിൽജി അറിയായിരിക്കുമല്ലോ. ഓക്കെ, അത് ഈ മനുഷ്യനാണ് ആ ഒരു വ്യക്തി. ഓക്കെ, അപ്പോൾ നോക്കിയാൽ അറിയാം ജലാലുദ്ദീൻ ഖിൽജി 1290 എസ്റ്റാബ്ലിഷ് ചെയ്യണം എംപയർ. 6 കൊല്ലം ജലാലുദ്ദീൻ ഭരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? അലാവുദ്ദീൻ ഖിൽജി വരുന്നത്. ശരി, അലാവുദ്ദീൻ ഖിൽജി കുറച്ച് എഫിഷ്യൻ്റ് ആയിട്ടുള്ള, ആ സിനിമയിൽ കാണിക്കുന്ന പോലെ റൂത്ത്ലെസ്, അത് എല്ലാ രാജാക്കന്മാരും റൂത്ത്ലെസ് ആണ് കേട്ടോ. ആ സിനിമയിൽ കാണിക്കുന്ന പോലൊക്കെ തന്നെയാണ് എല്ലാ രാജാക്കന്മാരും, അല്ലാണ്ട് അലാവുദ്ദീൻ ഖിൽജി മാത്രം എന്നുള്ളതൊന്നുമല്ല, എല്ലാ രാജാക്കന്മാരും അങ്ങനെ തന്നെയാണ്. പിന്നെ കുറച്ച് ആൾക്കാർ കുറച്ച് പാവങ്ങളായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇയാൾ കുറച്ച് അഡ്മിനിസ്ട്രേറ്റീവ്ലി അടിപൊളിയായിട്ടുള്ള റീഫോംസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഈ മനുഷ്യൻ. ഓക്കെ, പക്ഷെ എന്ന് വെച്ചാൽ ആൾ നല്ലതെന്നല്ല ഞാൻ പറയണേ. ഓക്കെ, അപ്പോൾ ആള് മംഗൾ ഇൻവേഷൻസിനെ സക്സസ്ഫുൾ ആയിട്ട് പ്രിവെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മംഗൾ ഇൻവേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൽത്തുമിഷിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ചെങ്കിസ് ഖാൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചെങ്കിസ് ഖാൻ്റെ ട്രൈബൽ ഗ്രൂപ്പിനെയാണ് ഈ മംഗൾസ് പറയുന്നത്. മംഗൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്ത്യ അറിയാലോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് നമ്മൾ എന്താ പറയുക, നമ്മുടെ സിസ്റ്റത്തിന് സോഫ്റ്റ്വെയറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തൊരു ഫയൽ ആയതുകൊണ്ട് തന്നെ UN-ഉം വേൾഡ് ബാങ്കും ഒക്കെ റെക്കഗ്നൈസ് ചെയ്യണ ഇന്ത്യ ആയിരിക്കും അതിനകത്തൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് ഇന്ത്യയുടെ നമ്മൾ ഇന്ത്യയിൽ വരയ്ക്കുമ്പോൾ ദൈവത്തോട് മര്യാദയ്ക്ക് തന്നെ ഇങ്ങനെ വരയ്ക്കണം ഏത് മാപ്പിൽ. കാരണം നമ്മൾ പ്രോപ്പറായിട്ടൊരു സാധനം ഡൗൺലോഡ് ചെയ്യുമ്പോൾ UN റെക്കഗ്നൈസ് ചെയ്ത മാപ്പേ നമുക്ക് വരുള്ളൂ. പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇന്ത്യ വരയ്ക്കുമ്പോൾ തല വരച്ചില്ലെങ്കിൽ എക്സാമിന് മാർക്ക് കിട്ടില്ല. ഇപ്പോൾ മെയിൻസ് UPSC മെയിൻസ് ഒക്കെ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ മാർക്ക് കിട്ടില്ല ഇന്ത്യയുടെ തല വരച്ചില്ലെങ്കിൽ. ഓക്കെ, ശരി, ഇത് ഇന്ത്യ കണ്ടുല്ലോ. ഇത് ചൈനയുടെ മുകളിൽ കിടക്കുന്നത് ഈ ഒരു രാജ്യം കണ്ടോ, അതാണ് മംഗോളിയ. ഈ മംഗോളിയയിൽ നിന്ന് വന്ന ട്രൈബ്സ് ആണ് ആര്? ഈ മംഗൾസിലെ ഒരാളാണ് ഇൽത്തുമിഷിൻ്റെ സമയത്ത് വന്ന ചെങ്കിസ് ഖാൻ. ഓക്കെ, അപ്പോൾ അത് ചെങ്കിസ് ഖാൻ മരിച്ചു കഴിഞ്ഞാലും വേറെ മംഗൾസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ മംഗൾസിൻ്റെ ഒക്കെ അറ്റാക്കിനെ അലാവുദ്ദീൻ ഖിൽജി പ്രോപ്പറായിട്ട് പ്രിവെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആള് സ്വയം എടുത്തൊരു ടൈറ്റിലാണ് സിക്കന്ദർ-ഇ-ആസാം. ഓർത്ത് വെച്ചു, സിക്കന്ദർ എന്ന് പറഞ്ഞ രാജാവ്, രാജാതിരാജ, അതുപോലെ പറയുന്നൊരു മീനിങ്. സിക്കന്ദർ-ഇ-ആസാം പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ള ടൈറ്റിൽ ആൾ സ്വയം എടുത്തതാണ്. സ്വയം ഞാൻ സിക്കന്ദർ-ഇ-ആസാം എന്നാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ ഇയാൾ കുറേ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പെർമനൻറ്റ് സ്റ്റാൻഡിങ് ആർമി ഇയാൾ ഡൽഹിയിൽ കൊണ്ടുവരുന്നുണ്ട്. ഈ പെർമനൻറ്റ് സ്റ്റാൻഡിങ് ആർമി പറഞ്ഞാൽ എന്താ അറിയോ, ഇപ്പോഴത്തെ നമ്മുടെ ആർമി സിസ്റ്റം പോലെ യുദ്ധം ഉണ്ടായില്ലെങ്കിലും എപ്പോഴും ഇന്ത്യക്ക് ഒരു ആർമി ഉണ്ടാവും, ഒരു നേവി ഉണ്ടാവും, ഒരു എയർഫോഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കോസ്റ്റ് ഗാർഡ് ഉണ്ടാവും. ഒരിക്കലും അത് മാറുന്നില്ല. ആൾക്കാർ റിട്ടയർ ആകുമ്പോൾ വേറെ ആൾക്കാരെ എടുക്കുന്നു. പക്ഷേ പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ യുദ്ധം ഉണ്ടാകുമ്പോൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ ആൾക്കാരെ വിളിച്ചു കൂട്ടിയ ഒരു ആർമി ഉണ്ടാക്കുന്നതായിരുന്നു പണ്ടത്തെ സിസ്റ്റം. പക്ഷേ അലാവുദ്ദീൻ ഖിൽജി ഒരു പെർമനൻറ്റ് സ്റ്റാൻഡിങ് ആർമി ഉണ്ടാക്കി. ഓക്കെ, പിന്നെ അതിൻ്റെ ജനറലായിരുന്നു മാലിക് കാഫൂർ. ആ മൂവിയിൽ കാണിക്കുന്നുണ്ട് ഒരു സിനിമയുടെ പേരറിയില്ല, ഒരു മീശയില്ലാത്തൊരു ക്യാരക്ടറിനകത്ത് കാണിക്കുന്നുണ്ട്. അതാണ് മാലിക് കാഫൂർ. അത് ആളുടെ ജനറലായിരുന്നു. ഓക്കെ, ഈ മാലിക് കാഫൂർ ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ജനറലായിരുന്നു. ഡൽഹി സുൽത്താനായിട്ട് പറയുമ്പോഴത്തേക്ക് യൂഷ്വലി നോർത്തിൽ മാത്രം അല്ലെങ്കിൽ മാക്സിമം ഒരു ഡെക്കാൻ വരെയൊക്കെ വരുള്ളൂ. പക്ഷേ ഇങ്ങനെ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ രാമേശ്വരം വരെ വന്ന് കൊടി നാട്ടിയിട്ടുണ്ട്. അത്രയും കുറച്ച് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു റൂളറായിരുന്നു, ജനറലായിരുന്നു മാലിക് കാഫൂർ. ഓക്കെ, പിന്നെ ഈ പട്ടാളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആൾ സിറി ഫോർട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഫിക്സ് വേജസ് നമ്മൾ പറഞ്ഞു, ഇക്ത സിസ്റ്റം ആയിരുന്നു ഓഫീഷ്യൽസിന് കൊടുത്തുകൊണ്ടിരുന്നത് നമ്മൾ പറഞ്ഞു. ഇക്ത സിസ്റ്റം ആരാ കണ്ടുപിടിച്ച? ഇൽത്തുമിഷ്. ഓക്കെ, പക്ഷേ ഇയാൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇക്ത സിസ്റ്റം എടുത്ത് മാറ്റിയിട്ട് ഫിക്സ്ഡ് വേജസ്, ഇപ്പോഴത്തെ കാലത്തെ പോലെ ശമ്പളം കൊടുക്കാൻ തുടങ്ങി പൈസയിൽ. ഓക്കെ, അതുപോലെ പൈസ ഏതൊക്കെയായിരുന്നു? സിൽവർ, ടങ്ക, കോപ്പർ, ജിത്തൽ. അപ്പോൾ ഇതൊക്കെ റിലേറ്റ് ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ ഇതുപോലെ വേജസിൽ പൈസ കൊടുക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ആൾ കൊണ്ടുവന്ന് പട്ടാളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന കുറച്ച് കാര്യങ്ങളാണ് ദാഗ് ആൻഡ് ചെഹ്റ. ദാഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഹോഴ്സിനെ ബ്രാൻഡ് ചെയ്യണത്, ബ്രാൻഡിങ് ഓഫ് ഹോഴ്സസ് ഓർത്ത് വെക്ക്. പിന്നെ ചെഹ്റ പറഞ്ഞത് എന്താ? ഫേസ്, ഈ ഫേഷ്യൽ ഡിസ്ക്രിപ്ഷൻ പട്ടാളക്കാരൻ്റെ, നമ്മളിപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എഴുതില്ലേ, അതുപോലെ തന്നെ പട്ടാളക്കാരുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എഴുതുന്നത് ചെഹ്റ, ഹോഴ്സിനെ ബ്രാൻഡ് ചെയ്യണത് ദാഗ്. ഇത് കൊണ്ടുവന്ന ആരാ? അലാവുദ്ദീൻ ഖിൽജി, മറക്കരുത് കേട്ടോ. അതുപോലെ മാർക്കറ്റ് റീഫോംസ് കൊണ്ടുവരുന്നുണ്ട്. ഈ ബ്ലാക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താ? കരിഞ്ചന്ത, പിന്നെ അല്ലെങ്കിൽ ഹോഡി, പൂഴ്ത്തി വെക്കുന്നത്, ഇതൊക്കെ തടയാനായിട്ട് മാർക്കറ്റ് റീഫോംസ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ കൺട്രോൾ ആൻഡ് റെഗുലേറ്റഡ് ആയിട്ടുള്ള പ്രൈസ് സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ടാക്കുകയാണ്, ദിവാനി റിയാസത്ത്. ഓക്കെ, അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഈ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും മിക്കവാറും ദിവാൻ പറഞ്ഞ് വരുന്നതല്ല. ദിവാനി വിസാറത്തൊക്കെ കണ്ടില്ലേ. അതുപോലെ റിയാസത്ത് എന്താ? മാർക്കറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്, മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. ഓക്കെ, പിന്നെ ഇയാൾ എന്താ പറയുക, കിങ്ഷിപ്പ് നോസ് നോ കിങ്ഷിപ്പ് കണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യ എങ്ങനെയാണ്? ഇന്ത്യ ഈസ് കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഒരു സെക്യുലറിസം, പൊളിറ്റിക്സ് ആൻഡ് റിലീജിയനെ സെപ്പറേറ്റ് ആക്കിയ അലാവുദ്ദീൻ ഖിൽജി. അങ്ങനെ ചെയ്യുന്ന ഫസ്റ്റ് റൂളറാണ് അലാവുദ്ദീൻ ഖിൽജി. അതെപ്പോഴും ഓർത്തിരുന്നതാണ്. റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് എന്താ പറയുക, രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള എൻറ്റിറ്റി ആയിട്ട് തന്നെ ഇതാക്കി. അപ്പോൾ എന്താ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഉലേമ. ഉലേമ പറഞ്ഞ ആരാന്നറിയോ? പണ്ഡിതന്മാർ. ഇവരെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ സമ്മതിക്കാണ്ട് പ്രിവെൻറ്റ് ചെയ്തു. അല്ലെങ്കിൽ എന്താ സംഭവിക്കണത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജോഡ അക്ബർ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഐശ്വര്യ റായ് ഇങ്ങനെ വന്നെന്തോ ഇങ്ങനെ സംസാരിക്കുന്ന ഉടനെ ഒരു എന്താ ബ്ലൂ കളറോ ഗ്രേ കളറോ ഇങ്ങനെ വലിയൊരു ഉടുപ്പിട്ടിട്ട് ഉള്ള 2-3 അപ്പാപ്പന്മാർ വന്നിട്ട് ഇങ്ങനെ പറയും, അങ്ങനെ പെണ്ണുങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്. അത് അവരെ ഉലൈമാസ്. അപ്പോൾ അവരുടെ ഇത് കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞിട്ട് ആള് പൊളിറ്റിക്സിനെയും റിലീജിയനെയും സെപ്പറേറ്റ് ആക്കി. ഓക്കെ. അതുപോലെ നോബിൾസിനെ സർവൈലൻസിൽ വെച്ചു. അതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഈ നോബിൾസ് എവിടൊക്കെ വന്നാലും അവിടെ പ്രശ്നം ഉണ്ടാക്കി കിങ്ങിനെ താഴെ ഇറക്കും. അതാണ് നോബിൾസിൻ്റെ പ്രശ്നം. അപ്പോൾ ഇയാൾ പ്രോപ്പറായിട്ട് നോബിൾസിനെ അണ്ടർ കൺട്രോൾ വെച്ചു. അതുപോലെ തന്നെ ഇയാളോട് കിങ്ങിനോട് പെർമിഷൻ ചോദിക്കാണ്ട് നോബിൾസിന് ഒരു വകയിൽ ഒരു വിധത്തിലുള്ള പാർട്ടിയോ അല്ലെങ്കിൽ ഒരു ഒത്തുകൂടലോ ഒന്നും പറ്റില്ല എന്നുള്ള രീതി ആൾ കമ്പൽസറി ആയിട്ട് ആൾ കൊണ്ടുവന്നു. ഇതൊക്കെയാണ് അലാവുദ്ദീൻ ഖിൽജിനെ കൊണ്ടുവന്നത്. അലാവുദ്ദീൻ ഖിൽജിയുടെ ഓർത്തിരിക്കുന്ന സാധനം റിയാൻ-ഇ റിയാസത്ത്, അതുപോലെ തന്നെ ദാക് ചെഹ്റ, സിരി ഫോർട്ട്, മാലിക് കാഫൂർ, മാർക്കറ്റ് റിഫോംസ്, ഇതൊക്കെയാണ് അലാവുദ്ദീൻ ഖിൽജിയുടെ കാര്യം ഓർത്തിരിക്കേണ്ടത്. അതുപോലെ തന്നെ സിക്കന്ദരിയ ആസാം എന്നുള്ള പേരും. ഓക്കെ. പിന്നെ പിന്നെ ഇയാൾ കഴിഞ്ഞിട്ട് വരുന്ന ഒരാളാണ് നസ്രുദ്ദീൻ ഖുസ്രോ ഷാ. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, ഞാനിത് മെൻഷൻ ചെയ്യാൻ കാര്യം, ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ കഴിഞ്ഞ് പിന്നെ ഒരു ഹിന്ദു റൂളർ വന്നിട്ടില്ല, പക്ഷേ ഹിന്ദു കൺവേർട്ട് ടു ഇസ്ലാം വന്നിട്ടുണ്ടെന്ന്. ആ റൂളറാണ് നസ്രുദ്ദീൻ ഖുസ്രോ ഷാ. ഇയാൾ ഖിൽജിയുടെ അണ്ടറിലുള്ള ആളാണ്. അയാൾ മാത്രമാണ് ഹിന്ദു ആയിരുന്നു, പക്ഷേ ഇസ്ലാമിലോട് കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ ഒരു എന്താ പറയുക റൂളറായിട്ട് ഭരിച്ചത്. ഓക്കെ. അത് അധികം നാളൊന്നും ഭരിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ കൊണ്ടുവന്നില്ല. എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ നസ്രുദ്ദീൻ ഖുസ്രോ ഷാ. പിന്നെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് തോന്നുന്നു ഏത് റൂളർ എടുത്താലും എല്ലാ ഡൈനാസ്റ്റിയിലും ഒരു നസ്രുദ്ദീൻ ഷാ ഉണ്ടാവും. അതങ്ങനെ എല്ലാ ഡൈനാസ്റ്റിയിലും ഒരു നസ്രുദ്ദീൻ ഷാ ഉണ്ട്. നോക്കിയാൽ മതി, ഡൽഹി സുൽത്താനേറ്റിലെ എല്ലാത്തിലും വരുന്നുണ്ട് ഒരു നസ്രുദ്ദീൻ. ഓക്കെ. അപ്പോൾ ഓർത്തിക്കണം, നസ്രുദ്ദീൻ ഖുസ്രോ ഷാ പറഞ്ഞു കഴിഞ്ഞാൽ ഖിൽജി ഡൈനാസ്റ്റിയിലെ ഹിന്ദു കൺവേർട്ടാണ്. ഓക്കെ. ശരി. ഖിൽജി ഡൈനാസ്റ്റി ഉണ്ടോ? നമ്മൾ രാമേശ്വരം വരെ എക്സ്റ്റെൻഡ് ചെയ്തു പറഞ്ഞു. രാമേശ്വരം ഭരിച്ചു എന്നല്ല, ഇവിടെ വന്നൊരു കൊടി നാട്ടുന്നുണ്ട് ആൾ. ആര്? മാലിക് കാഫൂർ. എന്നിട്ട് ആൾ തിരിച്ചു പോകണേ. ഓക്കെ. അപ്പോൾ കുറച്ച് ഉണ്ട് എക്സ്റ്റെൻഡ് ആയി, ഇവിടെ വരെ എക്സ്റ്റെൻഡ് ആയി. മറ്റേ നമ്മുടെ അവരുണ്ടായിരുന്ന സമയത്ത് മാമലക് ഡൈനാസ്റ്റി ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ കണ്ടു ഇങ്ങനെ ഉണ്ടായിരുന്നത് ഇത്ര എക്സ്റ്റെൻഡ് ആയിട്ട് വന്നു. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ആളാണ് തുഗ്ലക് ഡൈനാസ്റ്റി. തുഗ്ലക് ഡൈനാസ്റ്റി 1320 to 1440. നമ്മൾ പറഞ്ഞില്ലായിരുന്നു 96 കൊല്ലം നീണ്ട് നിവർന്ന് കിടക്കുന്ന ഒരു ഡൈനാസ്റ്റിയാണ് തുഗ്ലക് ഡൈനാസ്റ്റി. അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആളാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്. ഓക്കെ. എല്ലാ രാജാക്കന്മാരും മറ്റേ ആളെ സിക്കന്ദരി ആസാം എന്ന് പറഞ്ഞിട്ടുള്ള പേര് നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി എടുത്തു. അതുപോലെ തന്നെ ആളെടുക്കുന്ന പേരാണ് ഖാസി, സ്ലെയർ ഓഫ് ഇൻഫിഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിയില്ലാത്തവന്മാരുടെ കുലുനാൾ, സ്ലെയർ ഓഫ് ഇൻഫിഡൽസ്. ജാക്ക് ദ ജയന്റ് സ്ലെയർ ഒക്കെ സിനിമ കണ്ടിട്ടില്ലേ? മറ്റേ മാജിക് ബീൻസ് കയറിയിട്ട് ജാക്ക് രാക്ഷസന്മാരുടെ അടുത്ത് പോകണമൊക്കെ കണ്ടിട്ടില്ല. സോ അതങ്ങനെ സ്ലെയർ ഓഫ് ദി ഇൻഫിഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖാസിയുടെ മീനിങ് അതാ. ഖാസി പറഞ്ഞാൽ ഗിയാസുദ്ദീൻ തുഗ്ലക്. ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ? ജി ഖാസി ഗിയാസുദ്ദീൻ തുഗ്ലക്. ഇയാൾ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇറിഗേഷൻ വർക്കിനെ ട്രാൻസ്ഫർ ചെയ്യണു, അല്ലെങ്കിൽ അതിൻ്റെ കാര്യം പ്രോപ്പറായിട്ട് നോക്കണു, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പണിയണു. സോ ഇതൊക്കെയാണ് ഗിയാസുദ്ദീൻ തുഗ്ലക് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി എടുത്തു കളഞ്ഞ ഇക്താ സിസ്റ്റം ഇയാൾ വീണ്ടും കൊണ്ടുവരുന്നുണ്ട്. റീസ്റ്റോർഡ് ആൻഡ് സ്ട്രെങ്തൻഡ് ഇക്താ സിസ്റ്റം. ഓക്കെ. അതുപോലെ തന്നെ ഖാസീസിനെ അപ്പോയിൻറ്റ് ചെയ്യണം. ഖാസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജസ് ആണ്, ജഡ്ജിമാർ. ഇപ്പോഴത്തെ കാലത്ത് ജഡ്ജസ് ഉണ്ടല്ലോ സുപ്രീം കോടതി, ഹൈക്കോർട്ടിലേക്ക്. അതുപോലെ തന്നെ ഫെയർ ആയിട്ടുള്ള ട്രയൽ പോകാൻ വേണ്ടിയിട്ട് ഖാസീസിനെ അപ്പോയിൻറ്റ് ചെയ്യണു. പിന്നെ അതുപോലെ തന്നെ മംഗൾസുമായിട്ട് പീസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻ ആൾ മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷേ ആൾക്ക് നിസാമുദ്ദീൻ ഔലിയ, നമ്മൾ സൂഫി സയൻസിൻ്റെ കാര്യം പറഞ്ഞു, അതിലുള്ളൊരു സൂഫി സൈൻ്റാണ് നിസാമുദ്ദീൻ ഔലിയ. നിസാമുദ്ദീൻ ഔലിയായിട്ട് ആൾക്ക് കുറച്ച് പ്രശ്നമായിട്ടുള്ള റിലേഷൻ. അത് ഓർത്തിരിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും വന്ന് ഡൽഹി ആയാലും മുഗൾസ് ആയാലും ഒക്കെ ഈ സൂഫി സൈൻസുമായിട്ട് കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിവോട്ടീസ് ആയിരിക്കും. പക്ഷേ ഇയാൾ കുറച്ച് പ്രശ്നക്കാരനായിരുന്നു. നിസാമുദ്ദീൻ ഔലിയോടൊപ്പം ഈ ഗിയാസുദ്ദീൻ തുഗ്ലക്കിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഓക്കെ. അതൊന്ന് ഓർത്തിരിക്കണം. പിന്നെ തുഗ്ലക്കാബാദ് ഫോർട്ട് ഉണ്ടാക്കിയത് ഗിയാസുദ്ദീൻ തുഗ്ലക്ക. നമുക്ക് കൺഫ്യൂഷൻ അടുത്ത് പറഞ്ഞൊരു മുഹമ്മദ് ബിൻ തുഗ്ലക് ഉണ്ട്, പിന്നെ ഒരു ഫിറോസ് ഷാ തുഗ്ലക് ഉണ്ട്. കൺഫ്യൂഷൻ ഏത് തുഗ്ലക്കാണ്. പക്ഷേ ഫസ്റ്റ് വന്ന ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്. ഖാസിയാണ് തുഗ്ലക്കാബാദ് ഫോർട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ ഈ ടർക്കിക് ആർക്കിടെക്ചറിൻ്റെ ഒരു ക്യാരക്ടറാണ് സ്ലോപ്പിംഗ് സ്റ്റോൺ വാൾസ്. നമ്മുടെയൊക്കെ ഭിത്തി എങ്ങനെയാണ് വീടിൻ്റെ ഇങ്ങനെ ആയിരിക്കും, പക്ഷേ ഈ ടർക്കി ക്യാരക്ടറെ വെച്ചിട്ട് ഇങ്ങനെ സ്ലോപ്പിംഗ് ആയിരിക്കും. ഇങ്ങനെയായിരിക്കും ഭിത്തി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സ്ലോപ്പിൽ പോയിട്ടായിരിക്കും, കുറച്ചുകൂടെ സ്ട്രെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് തുഗ്ലക്കാബാദ് ഫോർട്ടിൽ കൊണ്ടുവരുന്നത് ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്. ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ വേറെ പേരെന്താ? ഖാസി. ഓക്കെ. പിന്നെ ഇയാൾ മരിച്ചു പോകണേ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, വുഡൻ സ്ട്രക്ചറിൻ്റെ കൊളാപ്സ് കാരണം. വുഡനായിട്ടുണ്ടായിരുന്ന ഒരു സ്ട്രക്ചർ ഇയാൾ എന്തോ ഒരു പരിപാടിക്ക് കയറുമ്പോഴത്തേക്ക് അത് പൊളിഞ്ഞു വീണാൽ മരിക്കുന്നത്. പക്ഷെ പറയുന്നു ആളുടെ മോനായിട്ടുള്ള മുഹമ്മദ് ബിൻ തുഗ്ലക്ക് മനഃപൂർവ്വം ചെയ്താന്നൊക്കെ പറയുന്നുണ്ട്. ഹിസ്റ്ററി അല്ലേ, എന്ത് വേണമെങ്കിൽ പറയാമല്ലോ, സത്യം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ഓക്കെ.
അത് കഴിഞ്ഞിട്ട് ഇയാൾ കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ആളാണ് നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്. ഒരു കാര്യം ഓർക്കണം, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഖലീഫയുടെ ഇൻവെസ്റ്റിച്ചർ കിട്ടിയ 3 പേരായിരുന്നു ഇൽത്തുമിഷ്, മുഹമ്മദ് ബിൻ തുഗ്ലക്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫിറോസ് ഷാ തുഗ്ലക്. ഉണ്ടോ? പിന്നെ പറഞ്ഞ രണ്ടുപേരും ഇവിടെ വന്നെന്ന് മനസ്സിലായോ? ഓക്കെ. മുഹമ്മദ് ബിൻ തുഗ്ലക്. ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. പൃഥ്വിരാജ് ഒരു സ്കൂൾ ടീച്ചറായിട്ട് പറഞ്ഞൊരു സിനിമയുണ്ട്. ഒരു സ്കൂളിൽ വന്നിട്ട് ആ സ്കൂളിനെ നല്ലതാക്കി എടുക്കുന്ന ഒരു സിനിമയുണ്ട്. ഇത് പേര് മറന്നുപോയി. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പൃഥ്വിരാജിനെ കളിയാക്കാനായിട്ട് ആൾക്കാർ ബോർഡിൽ ഇങ്ങനെ എഴുതിയിടുന്നുണ്ട് തുഗ്ലക് പരിഷ്കാരങ്ങളെ പറഞ്ഞിട്ട്. ആ തുഗ്ലക് ഈ തുഗ്ലക്. അപ്പോൾ ഇങ്ങനെ പൃഥ്വിരാജ് ഒരു കഥ പറയുന്നില്ല, ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു റൂളറായിരുന്നു, പക്ഷേ ആളുടെ കുറച്ച് നടപടികൾ കാരണമാണ് പറയുന്നതൊക്കെ വേണ്ട. ആ മനുഷ്യനാണ് ഈ മനുഷ്യൻ. ഇയാൾ റൂളർ നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ല, നല്ല റൂളറായിരുന്നു. പക്ഷേ ഇയാൾ കുറച്ച് മണ്ടത്തരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ കുറച്ച് പരിഷ്കാരങ്ങൾ നടത്തി, പക്ഷെ അതൊക്കെ ഫെയിലിയർ ആയിപ്പോയി. അതിപ്പം അടിപൊളിയാവുമായിരുന്നെങ്കിൽ ഇയാളെ അടിപൊളിയാന്ന് പറഞ്ഞേനെ. അപ്പോൾ ഇത് കുറച്ച് ഫെയിലിയർ ആയി പോയോണ്ട് ഇയാളെ എല്ലാവരും കളിയാക്കി പറയണതാണ്. അങ്ങനെ ഓക്കെ. അത് ആദ്യത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് തൈമൂറിൻ്റെ ഇൻവേഷനെ പേടിച്ചിട്ട്. തൈമൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുഗൾസിൻ്റെ സമയത്ത് ആകുമ്പോൾ പറയും ഒരു വാർലോഡായിരുന്നു, ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു വാർലോഡായിരുന്നു. ആളുടെ ഇൻവേഷൻ, ആൾ ഇന്ത്യയിൽ വന്ന് ഡൽഹി അറ്റാക്ക് ചെയ്യുന്നുള്ള പേടി കാരണം ഇയാൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് ക്യാപിറ്റൽ മാറ്റി ദൗലത്താബാദിലോട്ടാക്കി. ദൗലത്താബാദ് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കുറച്ച് ഡെക്കാൻ റീജിയനാണ്, അങ്ങോട്ട് മാറ്റി. എന്നിട്ട് പിന്നെ ഇത് ഇങ്ങനെ മാറ്റി കഴിയുമ്പോഴത്തേക്ക് പൈസ ചിലവ്, ആൾക്കാർ അത്രയും ഒഫീഷ്യൽസ് എല്ലാവരും കൂടി ഇങ്ങോട്ട് വരണം, രാജാവിൻ്റെ പരിചാരങ്ങളെല്ലാം വരണം, എല്ലാം വന്ന് അത്രയും ധനനഷ്ടം, മാനഹാനി എല്ലാം ഉണ്ടായി. എന്താ പറയുക, മറ്റേ ഹോസ്പിറ്റൽ വാസം എല്ലാം കൂടെ ആയി കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് മണ്ടത്തരം മനസ്സിലായിട്ട് ഇയാൾ വീണ്ടും ദൗലത്താബാദിൽ നിന്ന് തിരിച്ച് ഡൽഹിയിലോട്ട് റിവേഴ്സ് ചെയ്യുകയാണ് ഈ ക്യാപിറ്റലിൻ്റെ ഷിഫ്റ്റ്. അപ്പോൾ ഫെയിലിയർ നമ്പർ 1. പിന്നെ കൊണ്ടുവന്ന രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ടോക്കൺ കറൻസി കൊണ്ടുവന്നു. ടോക്കൺ കറൻസി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, കോപ്പർ കറൻസി ഉണ്ടല്ലോ, നമ്മുടെ കോപ്പർ, സിൽവർ ടങ്ക, കോപ്പർ ജിത്തൽ. ഈ കോപ്പർ ജിത്തലിൻ്റെ യൂസ് ആൾ വല്ലാണ്ട് അങ്ങോട്ട് കൂട്ടുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, കോപ്പർ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൈസ തീരെ ഇല്ലാത്ത ഇതാണ്. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിൽ വാങ്ങിച്ചു കൂട്ടി ആർക്ക് വേണമെങ്കിൽ സ്വയം അടിക്കാൻ പറ്റും. നമ്മുടെ ആട് ടൂലൊരു സീനുണ്ട്, കമ്മട്ടം കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇവർ നോട്ട് പ്രിൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഗാന്ധിജിക്ക് കണ്ണാടി ഉണ്ടാവില്ല. ആ ഒരവസ്ഥ, അതൊന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ അതാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു സംഭവമാണ് ഈ ടോക്കൺ കറൻസിയുടെ ഇഷ്യൂലുണ്ടാവുന്നത്. ആൾക്കാരെല്ലാം കൂടെ നോട്ട് പ്രിൻറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആകെ ആ രാജമുദ്ര മാത്രം വെച്ചാൽ മതിയല്ലോ, അതിന് വലിയ പണിയൊന്നും ഉണ്ടാവില്ല. പണ്ടത്തെ കാലത്തല്ലേ, നമ്മുടെ ഇന്നത്തെ പോലെ അശോകസ്തംഭം ഒന്നും ഇല്ലല്ലോ അതിനകത്ത്. അപ്പോൾ ആൾക്കാരങ്ങനെ ഒരുപാട് ഉണ്ടാക്കാൻ തുടങ്ങി. അവസാനം ഇൻഫ്ലേഷൻ കൂടി. ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം നിങ്ങൾ എക്കണോമിക് ക്ലാസ് അത് കേൾക്കും. അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടാവുന്നു. അവസാനം ആളിനത് പിൻവലിക്കേണ്ടി വരിക. രണ്ടാമത്തെ ആളുടെ എക്കണോമി ഫുൾ താഴെ പോകുന്നു. ഓക്കെ. ഇത് രണ്ട് മണ്ടത്തരങ്ങളാണ്. പക്ഷേ ഇയാൾ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നല്ല മനുഷ്യനാണ് അയാൾ. അപ്പോൾ ഇയാൾ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് പുതിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുകയാണ്, ദിവാനി അമീർ കുഹി. ഇതൊക്കെ ഓർത്തിരിക്കണം കേട്ടോ. ഇതൊന്നും ഓർത്തിരിക്കാൻ ഞാൻ ഫുൾ കാണാപ്പാടം പഠിക്കുക, എനിക്കൊരു വഴി കണ്ടുപിടിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു ഷോർട്ട് ഫോമോ ക്ലൂ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ദിവാനി അമീർ കുഹി പറഞ്ഞിട്ട് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ് ആൾ ഉണ്ടാക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ലോൺസ് ആൾ കൊടുക്കുന്നുണ്ട്, തക്കാവി ലോൺസ്. ഈ തക്കാവി ലോൺസ് ആലോചിച്ചിരിക്കണം, കാരണം നമ്മുടെ മുഗൾസിൻ്റെ സമയത്ത് വരുമ്പോഴത്തേക്ക് തക്കാവി ലോൺസ് വരുന്നുണ്ട്. ഷേർഷാ സൂരി എന്ന് പറഞ്ഞിട്ടുള്ള മുഗളല്ല ആൾ, പക്ഷേ എന്നാലും ഒരു ഇന്റർ പീരീഡിൽ വരുന്ന ഒരു സൂ ഡൈനാസ്റ്റിയിലെ ഒരു രാജാവുണ്ട്, ഷേർഷാ ഉണ്ട്. ആളും ഈ തക്കാവി ലോൺസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ അഗ്രികൾച്ചറൽ ലോൺസ്, തക്കാവി ലോൺസ് കൊടുക്കണേ. ഫസ്റ്റ് രാജാവാരാ, മുഹമ്മദ് ബിൻ തുഗ്ലക്, ഡൽഹി സുൽത്താനേറ്റിലെയാണ്. ഓക്കെ. ഇത് കൊടുത്തിരിക്കണേ. പിന്നെ ആൾ ഖുറാസൻ, ചൈനക്കാരെ നമ്മുടെ എന്താ ബൈ ആക്കാന്നുള്ളൊരു ഐഡിയയിൽ ആൾ ഖുറാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെസ്റ്റിലോട്ടും ചൈന പറയുമ്പോഴത്തേക്ക് ഈസ്റ്റിലോട്ടും ആൾ പോകുന്നുണ്ട്. പിന്നെ ആൾ ഉണ്ടാക്കുന്ന കുറച്ച് സിറ്റീസാണ് ജഹാൻപന സിറ്റി ആട്ടോ. മറ്റേ ആൾ ഉണ്ടാക്കിയത് എന്തായിരുന്നു, തുഗ്ലക്കാബാദ് ഫോർട്ടാണ് ആരുണ്ടാക്കുന്നത്, ഗിയാസുദ്ദീൻ തുഗ്ലക്. ജഹാൻപന ഉണ്ടാക്കുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്. പിന്നെ ബീഗംപൂരി മോസ്ക് ഉണ്ടാക്കുന്നുണ്ട്. ആദിലാബാദ് ഫോർട്ടൊക്കെ ആരുണ്ടാക്കുന്നു, മുഹമ്മദ് ബിൻ തുഗ്ലക് ഉണ്ടാക്കുന്നു. പിന്നെ ആളുടെ കോർട്ടിലുണ്ടായിരുന്ന ആളാണ് സിയാവുദ്ദീൻ ബരണി ആൻഡ് ഇബൻ ബത്തൂത്ത. ഈ ഇബൻ ബത്തൂത്ത കുറച്ച്, സിയാവുദ്ദീൻ ബരണി വേണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇബൻ ബത്തൂത്തിനെ ഓർത്തിരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഈ ഇബൻ എന്നുള്ള സാധനം ഒന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ബിന്നായില്ലേ, മുഹമ്മദ് ബിൻ തുഗ്ലക്, ഇബൻ ബത്തൂത്ത, ഇങ്ങനെ ഞാൻ ഓർത്തിരിക്കണേ. ഓക്കെ. പിന്നെ ഈ ഇബൻ ബത്തൂത്ത എഴുതിയ ബുക്കാണ് റഹ്ല കേട്ടോ, ഒന്ന് നോക്കിയിരുന്നു. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇബൻ ബത്തൂത്ത ആളുടെ ഒരു ഗവർണറൊക്കെ ആവും. ആ ഒരു കഥയൊക്കെ നമ്മളുടെ NCERT തീം 2 തോന്നുന്നു, ജസ്റ്റ് നോക്കിയാൽ മതി. NCERT 12th സ്റ്റാൻഡേർഡ് തീം 2. ശരി. ഇയാൾ കഴിഞ്ഞിട്ട് വരുന്ന ആളാണ് ഫിറോസ് ഷാ തുഗ്ലക്. ഇത് നമ്മുടെ ഖലീഫയുടെ ഇൻവെസ്റ്റിച്ചർ കിട്ടിയ 3ാമത്തെ ആൾ ഫിറോസ് ഷാ തുഗ്ലക് വരുന്നു. ആളെന്താ, ഗ്രേറ്റ് ബിൽഡർ ഓഫ് സിറ്റീസ്. ഫിറോസ് ഷാ കോട്ട്ല പറഞ്ഞിട്ടുള്ള ഫിറോസാബാദ്.
ഫിറോസ് ഷാ കോട്ട്ല അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേറ്റ് ബിൽഡർ ഓഫ് സിറ്റീസ്, മോണ്യുമെന്റ്സ് ആൻഡ് പബ്ലിക് ബിൽഡിങ്സ് അതൊക്കെ ആളായിരുന്നു. പിന്നെ ഇത്ത ആൾ ഹെറിഡിറ്ററി ആക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഇത്ത ഹെറിഡിറ്ററി ആയിരുന്നില്ല, കറപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ ആൾ ഇത്ത ഹെറിഡിറ്ററി ആക്കുന്നുണ്ട്. ഓക്കെ, ഈ ഇത്ത തിരിച്ച് വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആരാ? ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. അലാവുദ്ദീൻ ഖിൽജി എടുത്ത് കളയണു, ഗിയാസുദ്ദീൻ തുഗ്ലക്ക് വീണ്ടും ഇത്ത കൊണ്ടുവരുന്നു, ഇതിനെ പിടിച്ച് ഹെറിഡിറ്ററി ആക്കുന്നു ഫിറോസ് ഷാ തുഗ്ലക്ക്. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷരിയ ലോ പ്രകാരം 4 ടാക്സസ് ഇസ്ലാം മതക്കാർ പേ ചെയ്യണം, ഇസ്ലാമിൽ പേ ചെയ്യണം എന്നാണ്. അതിലൊന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിസിയ, നോൺ മുസ്ലിം ടാക്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നുള്ളതാണ് ഖരാജ്. ഖരാജ് പറയുമ്പോഴത്തേക്ക് എന്താ? ഇപ്പോൾ 1/10 ഓഫ് ദ പ്രൊഡ്യൂസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 100 കിൻഡൽ അരി ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ 10 കിൻഡൽ രാജാവിന് കൊടുക്കണം, ഒന്നത്. പിന്നെ സക്കത്ത് ഇപ്പോൾ മുസ്ലിം പ്രോപ്പർട്ടിയിലുള്ള 2.5% ടാക്സ്. പിന്നെ ബൂട്ടി ക്യാപ്ചർ, 1/5 ഓഫ് ബൂട്ടി ക്യാപ്ചർ. ഈ ബൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക? വാർ ബൂട്ടി കേട്ടിട്ടുണ്ടാവും. ഒന്നുമില്ല, വാറിൽ പോയി ഇപ്പോൾ ഒരു രാജ്യം വേറൊരു രാജ്യത്തെ അറ്റാക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ജയിക്കുന്ന രാജ്യം തോക്കുന്ന രാജ്യത്തിനകത്തുനിന്ന് കുറേ കള്ളമുതൽ കൊണ്ടുവരും, കട്ടുകൊണ്ട് വരും. അതുകൂടാണ്ട് തന്നെ തോക്കുന്ന രാജ്യത്തിനോട് പറയും ഇത്രയും പൈസ ഞങ്ങൾക്ക് തരണം എന്ന് പറയും. അത് മസ്റ്റായിട്ട് പേ ചെയ്യണം. തന്നില്ലെങ്കിൽ എന്താണെന്നുള്ള പ്രശ്നമൊന്നുമില്ല, അടുത്ത യുദ്ധമാണ്. അപ്പോൾ മസ്റ്റായിട്ട് കൊടുക്കണം. അപ്പം അതിൻ്റെയും കൂടി 1/5 സാധനം, 1/5 ഷെയർ രാജാവിനുള്ളത്, ബാക്കി 4/5 സോൾജേഴ്സിനോ ബാക്കി ആർക്കാച്ചാം. ഇതാണ് എന്താ പറയുക ഇസ്ലാമിക്കിലെ 4 ലോസ്. ഈ 4 ടാക്സ് കൊടുക്കണം എന്നുള്ളതിൻ്റെ 4 എണ്ണം ഇതാണ്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞുതരാം. ഈ വാർ ബൂട്ടി വെച്ചൊരു ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട് മോഡേൺ ഇന്ത്യയിൽ. നമ്മുടെ തേർഡ് ആംഗ്ലോ മൈസൂർ വാറിൽ ടിപ്പു സുൽത്താനോട് ബ്രിട്ടീഷുകാർ ഇത്രയും വാർ ബൂട്ടി തരണം എന്ന് പറയുമ്പോൾ എന്തോ പറ്റാണ്ട് കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അത് നിങ്ങൾ മോഡേൺ ഇന്ത്യയിൽ പഠിക്കും. ഓക്കെ, ശരി. അത് കഴിഞ്ഞിട്ട് ഇയാൾ മറ്റേ ഗ്രേറ്റ് ബിൽഡർ ഓഫ് സിറ്റീസാ പറഞ്ഞു, ആൾ കൊണ്ടുവരണ അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറും ആൾ കുറച്ച് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇൻഫ്രാസ്ട്രക്ചർ അല്ല, മൈ മിസ്റ്റേക്ക്. അപ്പോൾ ആൾ കൊണ്ടുവരുന്ന കുറച്ച് അല്ലാണ്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് ദിവാനി, ഖൈറത്ത്, ചാരിറ്റി. ഖൈറത്ത് എന്ന് പറഞ്ഞാൽ ചാരിറ്റി ആണെന്ന് അറിയാലോ, എന്തോ ഒരു നല്ല കാര്യം എന്നുള്ള അറിയാലോ, നമ്മൾ പാട്ടിലൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഖൈറത്ത് എന്ന് പറഞ്ഞാൽ ചാരിറ്റി. അതുപോലെ ദിവാനി, ബംഗാടൻ, സ്ലേവ്സിൻ്റെ ഇതാണ് ബംഗാടൻ. ബംഗാടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധിക്കപ്പെട്ടവൻ. അപ്പോൾ സ്ലേവ് ഇസ് ബേസിക്കലി ബന്ധിക്കപ്പെട്ടവൻ. അപ്പോൾ അങ്ങനെ റിലേറ്റ് ചെയ്താൽ മതി, ഞാൻ അങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതൊക്കെ. പിന്നെ സറായിസ് എന്ന് പറഞ്ഞാൽ സത്രങ്ങൾ. ആൾ ഇഷ്ടംപോലെ സത്രങ്ങൾ പണി കഴിപ്പിച്ചു. പിന്നെ ആൾ ഗ്രേറ്റ് ബിൽഡർ ഓഫ് സിറ്റീസാണ് പറഞ്ഞു. അപ്പോൾ ഫിറോസാബാദ് ഉണ്ടാക്കി, ഫിറോസ് ഷാ കോട്ട്ലി ഉണ്ടാക്കി. ഇത് ജോൺപൂർ, മറ്റേത് ജഹൻപനയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഉണ്ടാക്കുന്നത്, ഇത് ജോൺപൂരാണ്. രണ്ടാണ്. പിന്നെ ഹിസർ ഒക്കെ ഫിറോസ് ഷാ തുഗ്ലക്ക് ഉണ്ടാക്കുന്നതാണ്. പിന്നെ കുറേ കനാൽ ഉണ്ടാക്കിയ വേറൊരാളായിരുന്നു ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. അതുപോലെ ഇയാളും കുറച്ച് കനാലൊക്കെ ഉണ്ടാക്കി. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പബ്ലിക് വർക്ക്സ് ഇയാൾ ഉണ്ടാക്കി. PWD ഡിപ്പാർട്ട്മെൻറ്റ് അത്രേ ഉള്ളൂ, അതൊക്കെ ഇയാൾ ഉണ്ടാക്കി. ഇയാൾ പിന്നെ ചെയ്ത കാര്യം എന്താ വെച്ചാൽ അശോകൻ പില്ലേഴ്സ് അറിയാമല്ലോ. അശോകൻ്റെ കുറച്ച് പില്ലേഴ്സ് ഉണ്ടായിരുന്നു. ഈ ഡൽഹിയിലോട്ട് ഇയാൾ തോപ്രയെന്നും മീററ്റെന്നും ഉള്ള അശോകൻ്റെ 2 പില്ലേഴ്സ് ആൾ ഡൽഹിയിലോട്ട് കൊണ്ടുവന്നു. ഇത് ഫിറോസ് ഷാ തുഗ്ലക്കാട്ടോ, ഇതൊന്ന് ഓർത്തിരിക്കണേ. ശരി. പിന്നെ ഇയാളുടെ കോർട്ടിലുണ്ടായിരുന്നതാണ് ബരാനി പറഞ്ഞിട്ടുള്ള ഒരു ഹിസ്റ്റോറിയൻ ആവാം, പോയറ്റാവാം. ഓക്കെ, പിന്നെ ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഒരാളാണ് നസ്രുദ്ദീൻ മുഹമ്മദ് പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞില്ല ഈ നസ്രുദ്ദീൻ എല്ലായിടത്തും വരുന്നുണ്ട്. ഈ നസ്രുദ്ദീൻ മുഹമ്മദിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ തൈമൂർ നമ്മൾ പറഞ്ഞു, എന്താ പറയുക, ഒരു ഗ്രേറ്റ് വാർലോഡ് ഉണ്ട്. ഉസ്ബെക്കിസ്ഥാനിലൊക്കെയാണ് ആളുടെ സ്ഥലം. അവിടെയുള്ള വാർലോഡാണ് ഈ തൈമൂർ. ഈ കരീന കപൂറിൻ്റെ ആദ്യത്തെ മോൻ്റെ പേര് തൈമൂർ എന്നാണ്. അതിങ്ങനെ വന്നിരിക്കുന്നത് ഗ്രേറ്റ് വാരിയർ എന്നുള്ള മീനിങ്ങിൽ ഇട്ടിരിക്കുന്ന പേരത്. ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് പൃഥ്വിരാജിൻ്റെ തോന്നുന്നു, പൃഥ്വിരാജ് അല്ലേ, നമ്മുടെ ഒരു മലയാള ആക്ടർ അല്ല, ദുൽഖർ സൽമാനും കരീന കപൂറും കൂടെ ഒക്കെ ഉള്ള ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നുണ്ട് തൈമൂർ ദ ഗ്രേറ്റ് വാർലോഡ് അങ്ങനെ ഇട്ടതാണ്. ഓക്കെ, അപ്പോൾ തൈമൂർ ഡൽഹി ഇൻവേഡ് ചെയ്യുന്നത് ആരുടെ സമയത്താണ്? നമ്മളുടെ തുഗ്ലക് ഡൈനാസ്റ്റിയുടെ സമയത്താണ്. അതും തുഗ്ലക് ഡൈനാസ്റ്റിയുടെ സമയത്ത് ഒന്ന് ആലോചിച്ച് നസ്രുദ്ദീൻ മുഹമ്മദിൻ്റെ സമയത്താണ് തൈമൂർ ഡൽഹി എന്താ പറയുക ഇൻവേഡ് ചെയ്യുന്നത്. ഈ ഫിറോസ് ഷാ തുഗ്ലക്ക് കഴിയുമ്പോഴത്തേക്ക് പിന്നെ വരുന്ന ആൾക്കാർ 1388 ഫിറോസ് ഷാ തുഗ്ലക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 കൊല്ലം വേറെ പ്രൊമനൻ്റ് അല്ലാത്ത ഒരാൾ വരുന്നു. അത് കഴിഞ്ഞിട്ട് 90 തൊട്ട് 98 വരെ നസ്രുദ്ദീൻ മുഹമ്മദ് ഭരിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് തൈമൂർ വരുന്നത്, ഓർത്തിരിക്കണം. മറ്റേ നസ്രുദ്ദീൻ ഖുസ്രോ ഷാ എന്തായിരുന്നു? ഫസ്റ്റ് ഹിന്ദു കൺവേർട്ട് ടു സിറ്റ് ഓൺ ഡൽഹി ത്രോൺ. അത് ആരായിരുന്നു? ഖിൽജി ഡൈനാസ്റ്റി ആയിരുന്നു. ഈ നസ്രുദ്ദീൻ മുഹമ്മദ് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ സമയത്ത് ഇയാൾ തുഗ്ലക്കിൻ്റെ ഡൈനാസ്റ്റിയാണ്. ഇയാളുടെ സമയത്ത് തൈമൂർ ഡൽഹി ഇൻവേഡ് ചെയ്യുന്നത്. ഇതാണ് പെക്യുലാരിറ്റി, അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല അങ്ങനെ പറയാം. പിന്നെ ഈ 1398 തൊട്ട് 1414 വരെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, തുഗ്ലക്ക് ആകുമ്പോഴത്തേക്കുണ്ടോ ഇത്രയും എക്സ്റ്റെൻഡ് ആവണം. ഈ മധുരയിൽ ഒരു സുൽത്താനായിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മധുര സുൽത്താൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതൊക്കെ
ഈ ഈ സമയത്ത് മധുരയിലോട്ട് എന്താ പറയുക ഇൻഫ്ലുവൻസ് കയറി വരുന്നതുകൊണ്ടാണ് മധുരയിലുള്ള സുൽത്താനേറ്റ് ഫോം ആവണേ. നമ്മുടെ മധുരയിൽ തന്നെ സുൽത്താനേറ്റ് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണ് സയ്യിദ് ഡൈനാസ്റ്റി. സയ്യിദ് ഡൈനാസ്റ്റിയിൽ ആകെ പ്രധാനപ്പെട്ട കൊല്ലം എന്താ പറയുക 7 കൊല്ലത്തോളം ഉണ്ട്. പക്ഷെ എന്നാലും ഒരേ ഒരാളെ സയ്യിദ് ഡൈനാസ്റ്റി പറയുമ്പോഴത്തേക്ക് 1414 തൊട്ടിട്ട് 1451 വരെയാണ്. 1414 തൊട്ടിട്ട് 1451 വരെയാണ്. പക്ഷെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ആൾക്കാരാണ് ഉള്ളത്. ആകെ ഉള്ളത് ഖിസിർ ഖാൻ എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യനാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. നമ്മൾ പറഞ്ഞായിരുന്നു ഡൽഹി സുൽത്താനേറ്റ്സിലെ എല്ലാവരെയും സുൽത്താൻ 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 എന്നാണ് പറയുന്നത്. പക്ഷേ ഈ സയ്യിദ് മാത്രം സുൽത്താൻ എന്നല്ല വിളിക്കണേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ അറിയില്ല. ഇവരെടുത്തിരുന്നതായിരുന്നു റായത്തി ആല പറഞ്ഞിട്ടുള്ളത്. ഇത് ഇപ്പോൾ ഓർത്തിരിക്കേണ്ട മീനിങ് എന്താണെന്നുള്ള എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഓർത്തിരിക്കണത് എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ രാജാവ് റായത്തി ആല അങ്ങനെ. അപ്പോൾ സുൽത്താനും പറയും ഇവരെടുത്തിരുന്ന ടൈറ്റിൽ റായത്തി ആല എന്നായിരുന്നു. റൂൾഡ് ഇൻ ദ നെയിം ഓഫ് തൈമൂർ. തൈമൂർ വന്ന് അങ്ങോട്ട് ഇൻവേർട്ട് ചെയ്ത് പോയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ബേസിക്കലി ഇവർക്ക് തൈമൂറിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും, അങ്ങനെ ചിന്തിക്കാം. പിന്നെ ദൗലത് ഖാനെ ഡിഫീറ്റ് ചെയ്യുന്നു. ദൗലത് ഖാൻ ലോഡി വരുന്നുണ്ട് അടുത്തത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയായിട്ട് വരുന്ന റൂളേഴ്സാണ് മുബാറക് ഷാ, മുഹമ്മദ് ഷാ, അലാവുദ്ദീൻ ആലം ഷാ. അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിരുന്നാൽ മതി, ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, പിന്നെ ഇതാണ് സുൽത്താൻ നോമിനൽ ആൻഡ് നൊബിലിറ്റി ബിക്കെയിം പവർഫുൾ. നോബിൾസ് ഉണ്ടല്ലോ, അവരാ ബേസിക്കലി ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ പിന്നെ ഇവർ ഭരിക്കുമ്പോൾ കിങ്ങിന് പ്രൊമനൻസ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഈ ഒരു ഡൈനാസ്റ്റിയിൽ അധികം ആൾക്കാർ ഫേമസ് അല്ലാത്തത്. അങ്ങനെ ചിന്തിച്ചാൽ മതി. ശരി, ഇത് കഴിയുമ്പോഴത്തേക്ക് ലോഡി ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ആയിട്ട്. ലോഡി ഡൈനാസ്റ്റി പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു ദ ഒല്ലി ഡൽഹി ഡൈനാസ്റ്റി ഹു ഹാസ് അഫ്ഗാൻ ഒറിജിൻ. അതാണ് ഈ ലോഡി ഡൈനാസ്റ്റി. ലോഡി ഡൈനാസ്റ്റി 1451 തൊട്ടിട്ട് നമ്മുടെ മുഗൾസ്, അതായിട്ടുള്ള ബാബർ വരണ 1526 വരെ ഇവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് വരുന്ന ആൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആളാണ് ബഹ്ലോൽ ലോധി. ഹെറിഡിറ്ററി ഇക്ത മാറ്റി ജാഗർ കൊണ്ടുവരുന്നു. ജാഗറും ഇക്ത ഒക്കെ ഒരേപോലുള്ള പരിപാടിയാണ്. ഇക്ത പറയുമ്പോഴത്തേക്കും നോൺ ഹെറിഡിറ്ററി ആണ്. ഹെറിഡിറ്ററി ആക്കുകയാണ് ചെയ്യുക ആര്? ഫിറോസ് ഷാ തുഗ്ലക്ക് അല്ലേ? ഫിറോസ് ഷാ തുഗ്ലക്ക് ഹെറിഡിറ്ററി ആക്കുക ചെയ്യണേ. പക്ഷേ ഇയാൾ വന്നിട്ട് എന്ത് ചെയ്യണു? ഹെറിഡിറ്ററി അല്ലാത്ത ഇക്ത മാറ്റിയിട്ട് ഹെറിഡിറ്ററി ആയിട്ടുള്ള ജാഗർ കൊണ്ടുവരുന്നു. ജാഗർ ഹെറിഡിറ്ററി ആണ്, അച്ഛനെ നിന്ന് മോന് കിട്ടുന്നു. അങ്ങനെ ട്രാൻസ്ഫറബിൾ അല്ലാത്ത ഫാമിലി തന്നെ നിൽക്കുന്ന സാധനമാണ് ജാഗ്രതാരി സിസ്റ്റം കൊണ്ടുവരുന്നു. പിന്നെ ജോൺപൂരിനെ അനക്സ് ചെയ്തു. ജോൺപൂർ ആരുണ്ടാക്കിയെന്നാണ് നമ്മൾ പറഞ്ഞത്? ഫിറോസ് ഷാ തുഗ്ലക്ക്. അപ്പം ജോൺപൂരിനെ അനക്സ് ചെയ്യുന്നു. എന്നിട്ട് ഷാർക്കി സുൽത്താനേറ്റിനെ എലിമിനേറ്റ് ചെയ്യുന്നു. ഷാർക്കി സുൽത്താനേറ്റ് കണ്ടോ? ഈ ഒരു ഏരിയ ഏകദേശം ഉത്തർപ്രദേശ്, ആ ഒരു ഉത്തർപ്രദേശ് ബീഹാറായിട്ടുള്ള ഏരിയയിൽ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ഒരു ഡൈനാസ്റ്റിയാണ് ഷാർക്കി റീജിയൻ അന്നത്തെ. അപ്പോൾ ജോൺപൂരിനെ ഇൻവേഡ് ചെയ്യുന്നതോടെ ഷാർക്കി ഡൈനാസ്റ്റി ഇങ്ങയുടെ കയ്യിലാവണം. ഓക്കെ, ഒരു കാര്യം പറയാം, ഉറപ്പില്ല, ചില ടെക്സ്റ്റ് ബുക്സിൽ പറയണതാണ്. നമ്മളുടെ ഇതുണ്ടല്ലോ പത്മാവത് എഴുതിയ മാലിക് മുഹമ്മദ് ജൈസി, ആള് ഈ ഷാർക്കി കോർട്ടിലാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അല്ലാണ്ട് എന്താ പറയുക, നമ്മുടെ മാലിക് മുഹമ്മദ് ജൈസി ഷേർഷാ സൂരിയുടെ കോർട്ടിലാണെന്നും പറയുന്നുണ്ട്. മേ ബി 2 കോർട്ടിലും ഉണ്ടായിരുന്നിരിക്കും, അറിയില്ല. അപ്പോൾ 2 ഇൻഫർമേഷൻ ഉണ്ട് ഇങ്ങനെ. ശരി, അത് കഴിഞ്ഞിട്ട് ബഹ്ലോൽ ലോധി പ്രത്യേകിച്ച് അങ്ങനെ നല്ലൊരു റൂളറാണ്, അല്ലാണ്ട് ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് സിക്കന്ദർ ലോധി. സിക്കന്ദർ ലോധി ഗ്രേറ്റസ്റ്റ് ആൻഡ് നോബിളസ്റ്റ് ആയിരുന്നു. കുറച്ച് നല്ല മനുഷ്യനായിരുന്നു, കൂടുതൽ നല്ല മനുഷ്യനായിരുന്നു. ആൾ കുറച്ചൊരു സെൻട്രലൈസിങ് ടെൻഡൻസി ആക്കി. അപ്പോൾ ബേസിക്കലി നോബിൾസിൻ്റെ പ്രൊമിനൻസ് കുറയും. ഓക്കെ, ആൾ കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് റവന്യൂ മെഷർമെൻറ്റ് സിസ്റ്റം ആയിട്ടുള്ള ബിഗ. ഓർത്തിരുന്നു, ഈ ബിഗ ഈ ഇടയ്ക്ക് കുറച്ച് ഫേമസ് ആയതാണ്. ഒരു ജഡ്ജ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അദാനി ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട ആസാമിൻ്റെ ഫോറസ്റ്റ് ഇങ്ങനെ ലീസിന് 1 കൊല്ലത്തേക്ക് 1 രൂപയ്ക്കോ എന്തോ ഇങ്ങനെ ലീസിന് കൊടുത്തു പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ 2000 ബിഗ എന്തോ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ജഡ്ജ് ചോദിക്കുന്നുണ്ട് 2000 ബിഗ ഹാഫ് ദ സ്റ്റേറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു സംഭവം ബിഗ എവിടെ നിന്ന് വന്നത് മനസ്സിലായല്ലോ. ബിഗ കൊണ്ടുവന്ന ആരാ? സിക്കന്ദർ ലോധി ബിഗ കൊണ്ടുവരുന്നു. ആ ഒരു സിസ്റ്റം ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഈ ഒരു അദാനി ഇഷ്യൂ ആസാം എന്താ സംഭവമായിട്ട് മനസ്സിലായല്ലോ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ഖാസ് സിക്കന്ദരി. ഒന്നുമില്ല, യൂണിറ്റ് ഓഫ് ലാൻഡ് മെഷർമെൻറ്റാണ്. റവന്യൂ മെഷർമെൻറ്റ് സിസ്റ്റമാണ് ബിഗ. അത് ഈ ഒരു കോർട്ട് ഇപ്പം നമ്മുടെ ആ ഒരു ജഡ്ജ് ചോദിക്കുന്നതായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താം. പിന്നെ യൂണിറ്റ് ഓഫ് ലാൻഡ് മെഷർമെൻറ്റ് ഖാസ് സിക്കന്ദരി. സിക്കന്ദർ ലോധി കൊണ്ടുവന്നുകൊണ്ട് സിക്കന്ദരി, അത് ഓർത്തിരിക്കും. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, രണ്ടും ലാൻഡും വന്നുകൊണ്ട് തന്നെ ലാൻഡ് സർവേ ആളുടെ താഴെ കുറച്ച് പക്കായിരുന്നു എന്നുള്ള കാര്യം ആലോചിക്കാമല്ലോ. ടാക്സേഷനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നു. പിന്നെ കനാൽ മെയിൻ്റനൻസും ഇറിഗേഷനൊക്കെ ആര് കൊണ്ടുവരുന്നു? ഇയാൾ കൊണ്ടുവരുന്നു. ഇത് കുറച്ച് കനാലിൻ്റെ കാര്യമൊക്കെ നോക്കിയിരുന്ന വേറെ 2 ആൾക്കാരുണ്ട്, ഗിയാസുദ്ദീൻ തുഗ്ലക്കും അതുപോലെ തന്നെ ഫിറോസ് ഷാ തുഗ്ലക്കും. അതുപോലെ സിക്കന്ദർ ലോധി ഇറിഗേഷനും കനാൽ മെയിൻ്റനൻസും ഒക്കെ കൊണ്ടുവരുന്നു. റോഡൊക്കെ ആൾ പ്രോപ്പറാക്കുന്നു. മാർക്കറ്റ് കൺട്രോൾ, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന, അതൊക്കെ ജസ്റ്റ് ആലോചിച്ചിരിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. പിന്നെ ഇയാൾ ഓർത്തഡോക്സ് സുന്നിയായിരുന്നു.
നോബലസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ആയിരുന്നു. പക്ഷേ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു മുസ്ലിം റൂളറായിരുന്നു. സുന്നി ഷിയ എന്ന് പറഞ്ഞിട്ട് മുസ്ലിമിലെ സെക്ടറിൽ അറിയാമല്ലോ. അപ്പോൾ സുന്നി ആയിരുന്നു ഇയാൾ. അതുകൊണ്ടാണ് ജിസിയ സ്ട്രിക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നോൺ മുസ്ലിം ടാക്സ് അത് ആൾ മസ്റ്റായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആളുടെ കോർട്ടിലുണ്ടായിരുന്ന ആൾക്കാരാണ് ഷെയ്ഖ് അബ്ദുള്ള. ആൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സുന്നി മുസ്ലിം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആൾ സ്ട്രിക്റ്റ് ജിസിയ കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആളുടെ കോർട്ടിലുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു ഷെയ്ഖ് അബ്ദുള്ള, ഷെയ്ഖ് അസർ. അപ്പോൾ ഓർത്തിരുന്നാൽ മതി. പിന്നെ ആഗ്ര കണ്ടുപിടിക്കുന്നത് ആളാണ്. ആഗ്ര കണ്ടുപിടിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്ര എസ്റ്റാബ്ലിഷ് ചെയ്തൊരു സിറ്റി ആക്കുന്നത് ഇയാളാണ്. സിക്കന്ദർ ലോധിയാണ് കേട്ടോ, അത് മറക്കരുത്. എവിടെ വേണമെങ്കിൽ ചോദിക്കാം. സിക്കന്ദർ ലോധിയാണ് ആഗ്ര എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ ഗുല്ലർഖി പറഞ്ഞിട്ടുള്ള പേർഷ്യൻ വേഴ്സസ് ഒന്നുമില്ല. ഗുല്ലർഖി പറയുമ്പോഴത്തേക്ക് എന്താ, ഇപ്പോൾ പാട്ട് പോലുള്ള 2-3 നമ്മുടെ ശ്ലോകങ്ങൾ പോലുള്ള ഒരു പേർഷ്യൻ വേഴ്സസ്, ശ്ലോകം അല്ല ഞാൻ പറയാൻ എളുപ്പത്തിന് പറഞ്ഞു എന്നാണ്, പേർഷ്യൻ വേഴ്സസ് ആണ്. പേർഷ്യൻ കവിത പോലുള്ള സെറ്റപ്പ്. ഓക്കെ, അതാണ് ഗുല്ലർഖി. അതും ആള് കണ്ടുപിടിക്കുന്ന ആളാണ്. കണ്ടുപിടിക്കുന്നതല്ല, കൊണ്ടുവരുന്നത് ആളാണ്. ആഗ്ര എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും ഗുല്ലർഖി പേർഷ്യൻ വേഴ്സസ് കൊണ്ടുവരുന്നതും ആളാണ്. ഓക്കെ, പിന്നെ ഇയാൾ കഴിഞ്ഞിട്ട് വരുന്ന ആളാണ് ഇബ്രാഹിം ലോഡി. ആള് കുറച്ച് ഇയാളല്ല. ഓക്കെ, ഇബ്രാഹിം ലോഡി. ഓക്കെ, ഇബ്രാഹിം ലോഡി പറയുമ്പോഴത്തേക്ക് കുറച്ച് എന്താ പറയുക, എല്ലാവരാലും വെറുക്കപ്പെട്ടൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് എന്താ ചെയ്തു കഴിഞ്ഞാൽ ഇയാളുടെ തന്നെ ഗവർണറായിരുന്നു, പഞ്ചാബിലെ ഗവർണറായിരുന്നു ദൗലത് ഖാൻ ലോഡി. ഈ ദൗലത് ഖാൻ ലോഡി എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഇതിൽ മടുത്തിട്ട് ഇയാൾ പോയിട്ട് നമ്മുടെ എന്താ പറയുക, കാബൂൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അഫ്ഗാനിസ്ഥാൻ, അവിടെ ഇരിക്കണം ബാബർ എന്ന് പറഞ്ഞാൽ മുഗൾ എംപററാണ്. ബാബറിനെ വിളിച്ചിട്ട് വരും, ഇതൊന്നും അവസാനിപ്പിച്ച് തരുമോ, സഹിക്കാൻ വയ്യ, രക്ഷപ്പെടുത്തു പറഞ്ഞിട്ട് ഈ ദൗലത് ഖാൻ പോയിട്ട് ബാബറിനെ വിളിച്ചുകൊണ്ട് വന്ന് ബാബർ ഇന്ത്യയിൽ വന്ന് ഇബ്രാഹിം ലോഡിനെ തോപ്പിച്ചിട്ട് ലോഡി ഡൈനാസ്റ്റിയും ഡൽഹി ഡൈനാസ്റ്റിയും എല്ലാം കൂടെ ഒരുമിച്ച് അവസാനിപ്പിച്ചിട്ട് മുഗൾസ് ഭരണം ഏറ്റെടുക്കുക. അപ്പോൾ അത്രയും വെറുക്കപ്പെട്ടൊരു മനുഷ്യനായിരുന്നു ഇബ്രാഹിം ലോഡി. അങ്ങനെ എന്താ പറയുക, ഇയാളാണ് ദ ഒൺലി സുൽത്താൻ ടു ബി കിൽഡ് ഓൺ ബാറ്റിൽ ഫീൽഡ്. ബാക്കി നോക്കിയാൽ അറിയാം, അവരാരും യുദ്ധത്തിൽ മരിച്ചു പോയല്ല. അമ്മയ്ക്ക് ഇയാൾ എന്താ പറയുക, ഗിയാസുദ്ദീൻ തുഗ്ലക്കിനെയൊക്കെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് കൊന്നു എന്ന് പറയുന്നു. അങ്ങനെയുള്ള പരിപാടിയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് ബാറ്റിൽ ഫീൽഡിൽ വെച്ച് കൊന്നു കളയാണ് ഇയാളെ. ആര്? നമ്മുടെ ബാബർ. ഓക്കെ, അപ്പോൾ ഈ ബാബറിനെ പറഞ്ഞ് മനസ്സിലായി നോക്കണം. ദൗലത് ഖാൻ ലോഡി കാബൂളിൽ ഇരുന്ന ബാബറിനെ പോയി വിളിച്ചു. കാബൂൾ നമുക്ക് കാണിച്ചു തരാം. ഇന്ത്യ കണ്ടുല്ലോ, ഇന്ത്യ ഇതാ അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യ ഇത്, അഫ്ഗാനിസ്ഥാൻ ഇത്. കാബൂൾ ഇവിടെ ആയിട്ട് വരും. ഇവിടെ ഇരുന്ന മനുഷ്യനെ എന്താ പറയുക, ഡൽഹിയിലിരിക്കണ ദൗലത് ഖാൻ ലോഡി പോയിട്ട് ഇവിടെ ഇരുന്ന ബാബറിനെ പോയി വിളിച്ചുകൊണ്ട് വരും. വന്നിട്ട് ബാബർ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് നടത്തി. ആരെ തോപ്പിക്കണു? ഇബ്രാഹിം ലോധിനെ തോപ്പിക്കണം. ഇബ്രാഹിം ലോധിനെ തോപ്പിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഇബ്രാഹിം ലോധിയോടുകൂടി ലോഡി ഡൈനാസ്റ്റിയും ഡൽഹി സുൽത്താനേറ്റും അവസാനിക്കുകയാണ്. അങ്ങനെ മുഗൾസ്, ബാർബറായിട്ടുള്ള മുഗൾ ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആവണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. 1526 ആണ്. 26. ഓക്കെ, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടിൻ്റെ പ്രൊമിനൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. മുഗൾ റൂൾ ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആവണം, ഡൽഹി സുൽത്താനേറ്റ് തീരണു. അതാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്, 1526. അതിനിട്ട് പിന്നെ ലോഡി കോൺട്രിബ്യൂഷൻസ് ആണ് പറയുന്നത് ആർക്കിടെക്ചറിൻ്റെ. പത്താൻ സ്റ്റൈലായിരുന്നു. കാരണം ഇവർ അഫ്ഗാനിലുള്ളൊരു ട്രൈബാണ് പത്താൻസ്. നമുക്ക് ഇർഫാൻ പത്താനും ഒക്കെ ഉണ്ട്, അങ്ങനെ അതൊന്നല്ല. പക്ഷേ ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിലുള്ളൊരു ട്രൈബൽ ഗ്രൂപ്പിൻ്റെ പേരാണ് പത്താൻസ്. ഓക്കെ, അപ്പോൾ പത്താൻസ് ഉണ്ട്. പിന്നെ അതുപോലെ പത്താൻ സ്റ്റൈൽ ആർക്കിടെക്ചർ ഉണ്ട്. പിന്നെ ഡബിൾ ഡോം എന്ന് പറഞ്ഞ ഈ ഒരു സ്ട്രക്ചറാണ്. പിന്നെ ലോഡി ഗാർഡൻ, ഷീഷ് ഗുംബട്ട്, ഇത് ഷീഷ് ഗുംബട്ടാണ്. ഓക്കെ, അതൊക്കെയാണ് ഇവരുടെ ലോഡീസിൻ്റെ കോൺട്രിബ്യൂഷൻ. ഇതോടുകൂടി ലോഡി തീരുകയാണ്. ഇനി അടുത്ത മുഗൾസ് തുടങ്ങും. നമുക്ക് മുഗൾ വേറൊരു ക്ലാസ് നോക്കാം, പിന്നെ പറയാം. ശരി, താങ്ക് യു.